പഞ്ചാര മുഞ്ചാരകളെ മോഞ്ചുമാരെ മോഞ്ചത്തുകളെ എൻ്റെ തക്കുടുകളെ നമ്മുടെ ബയോളജി എക്സാം ആണല്ലോ. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ചില ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരാം. അത് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അല്പം പുതിയ ക്വസ്റ്റ്യൻസും ഉണ്ട്, നല്ല പല കൺസെപ്റ്റ് തരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അത്യാവശ്യം ഏറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഓരോന്ന് വിശദീകരിച്ച് പറയാൻ സമയമില്ല. പറയാൻ നിന്ന 2-3 മണിക്കൂറാകും. എക്സാമിങ് അടുത്തല്ലോ. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ ഉത്തരം നിങ്ങൾ ആദ്യം സ്വയമേ ചെയ്യാൻ നോക്കുക. കിട്ടിയില്ലെങ്കിൽ എൻ്റെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഏതെങ്കിലും ഭാഗം ടഫാണെന്ന് തോന്നിയാൽ അത് വൺ ഷോട്ടിൽ എവിടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത് വെച്ചോ പഠിച്ചിട്ട് ബാക്കി വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ മക്കളെ. വേഗം ഞാൻ ഉത്തരം പറയും, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഫോട്ടോസിന്തസിസിൽ ഏതാണ് മേജർ ലിമിറ്റിംഗ് ഫാക്ടർ? എപ്പോഴും ലിമിറ്റിംഗ് ഫാക്ടർ ആകുന്നത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡാ. ബാക്കി ഫാക്ടറുകൾ വെച്ച് എപ്പോഴും ലിമിറ്റിംഗ് ഫാക്ടർ ആകുന്നത് ഏതാ? കാർബൺ ഡൈ ഓക്സൈഡാ. ഇതിൽ കുറേ പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? C3 C4 പ്ലാന്റ്സിൽ കാണുക. പെപ്പാണ് ആദ്യത്തെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. അതെങ്കിൽ എവിടാ? C4 പ്ലാന്റിലാ. RBP ആണ് ആദ്യത്തെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. അതെവിടാ? C3 പ്ലാന്റ്സിലാ കാണാം. ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഈസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അതെവിടാ? C3 പ്ലാന്റിൽ. ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഈസ് ഓക്സാലോ അസെറ്റിക് ആസിഡ്. അതെവിടാ? C4 പ്ലാന്റിൽ. ക്രാൻസ് അനാട്ടമി എവിടെ മാത്രമേ കാണൂ? C4 പ്ലാന്റിൽ മാത്രമേ കാണൂ. ഫോട്ടോ റെസ്പിറേഷൻ മേ ഒക്വർ. ഫോട്ടോ റെസ്പിറേഷൻ കാണാം. അതെവിടാ? C3യിൽ. C4ൽ ഫോട്ടോ റെസ്പിറേഷൻ കാണില്ല, സ്വല്പമേ കാണുള്ളൂ. നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട, കാണില്ല തന്നെ പഠിച്ചാൽ മതി. C3യിലുണ്ട്, C4ൽ ഇല്ല. ഓക്കെ, C3 C4 തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട് പ്ലാന്റ്സിൻ്റെ. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എഴുതി വെക്കാം ഓരോ പോയിന്റ് വെച്ച്. ഓക്കെ, ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ C4 പ്ലാന്റ്. C4 പ്ലാന്റിലെ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആരാ? പെപ്പ. അത് C3 ആണെങ്കിൽ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആരാ? RBP ആ മക്കളെ. ഏതൊക്കെ പ്ലാന്റ്സിലാണ് ക്രാൻസ് അനാട്ടമി കാണുക? ക്രാൻസ് അനാട്ടമി ഇവിടെ മാത്രമേ കാണൂ, C4 പ്ലാന്റിൽ മാത്രമേ കാണൂ. അപ്പം ക്രാൻസ് അനാട്ടമി കാണുന്ന പ്ലാന്റ് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പ്ലാന്റ് എഴുതി വെച്ചാൽ മതി? C4 പ്ലാന്റ് എഴുതി വെച്ചാൽ മതി. കാരണം C4 പ്ലാന്റിൽ മാത്രമേ എന്ത് കാണുള്ളൂ? ക്രാൻസ് അനാട്ടമി കാണുള്ളൂ. അങ്ങനെ കാണുന്ന 2 പ്ലാന്റ്സ് ഞാൻ പറയാം, എഴുതി വെച്ചോ. മെയ്സ് ആൻഡ് ഷുഗർ കെയിൻ. മെയ്സ് ആൻഡ് ഷുഗർ കെയിൻ. മെയ്സും ഷുഗർ കെയിനും എന്താ? C4 പ്ലാന്റുകളാ. C4 പ്ലാന്റിൽ മാത്രമേ ക്രാൻസ് അനാട്ടമി കാണൂ. ഇനി വേണം എനിക്ക് വേറൊരു പ്ലാന്റ് കൂടെ എഴുതി വെക്കാം. അതിൻ്റെ പേരാണ് സ്വർഗം. അതിൻ്റെ പേരാണ് സ്വർഗം. മെയ്സ്, സ്വർഗം, ഷുഗർ കെയിൻ. ഇത് 3ഉം C4 പ്ലാന്റാ. അതുകൊണ്ട് അവർ ക്രാൻസ് അനാട്ടമി കാണും. മക്കളെ ഓരോന്നും നല്ല പോലെ വിവരിക്കാൻ സമയമില്ല. വേഗം ക്വസ്റ്റ്യൻ നിങ്ങൾ കാണണം. അതാണ് എൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ്. ഓക്കെ, പറ. Z സ്കീമിന്റെ 4 പെക്യുലാരിറ്റീസ് എന്തൊക്കെ? 4 പ്രത്യേകതകൾ ഏതൊക്കെ? അതിന് ആദ്യം എന്താണ് Z സ്കീം എന്നറിയണം. Z സ്കീം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ സാറേ? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ തന്നെ. Z സ്കീം എന്ന് പറഞ്ഞാൽ എന്താ? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷന്റെ വേറൊരു പേരാണ് മക്കളെ Z സ്കീം എന്ന് പറഞ്ഞാൽ. അപ്പം Z സ്കീമിന്റെ 4 പേര് എഴുതാൻ ചോദിച്ചാൽ, 4 പോയിന്റ് എഴുതാൻ ചോദിച്ചതിന്റെ അർത്ഥം എന്താ? നോൺ സൈക്ലിക്കിന്റെ 4 പോയിന്റ് എഴുതിയാൽ മതി. ഏതൊക്കെയാ? നോൺ സൈക്ലിക് നടക്കാൻ എന്തൊക്കെ വേണം? ദേ നീഡ് ബോത്ത് ഫോട്ടോ സിസ്റ്റം 1 ആൻഡ് ഫോട്ടോ സിസ്റ്റം 2. അടുത്ത എന്താ? ഇത് നടക്കുമ്പോൾ ഏത് മാത്രമേ ഉണ്ടാകൂ? ATPയും NADPH രണ്ടും ഉണ്ടാകാറുണ്ട്. 2 എനർജിയും ഉണ്ടാകും. ഇതെവിടെ വെച്ച് നടക്കുക സാറേ? ക്ലോറോപ്ലാസ്റ്റിനുള്ളിലെ തൈലക്കോഡിൽ വെച്ച് നടക്കുക. ഇത് നടക്കുമ്പോൾ എന്ത് സ്പ്ലിറ്റ് ആകാറുണ്ട് സാർ? വാട്ടർ സ്പ്ലിറ്റ് ആകാറുണ്ട്. ഇത് നടക്കുമ്പോൾ എന്ത് സ്പ്ലിറ്റ് ആകാറുണ്ട്? വാട്ടർ സ്പ്ലിറ്റ് ആകാറുണ്ട്. ഇതാണ് നോൺ സൈക്ലിക്കിൻ്റെ 4 പ്രത്യേകത. അപ്പം തന്നെ സൈക്ലിക്കിൻ്റെ പഠിച്ചു വെച്ചേക്കണം. C3യേക്കാൾ C4 ആണ് നല്ലത്. കാരണം എന്താ? കാരണം എന്തൊക്കെയാ? ഹൈ പ്രൊഡക്ടിവിറ്റിക്ക് ഹൈ അഡ്വാൻറ്റേജ് എന്താ? C3യേക്കാൾ നല്ല പ്ലാന്റുകൾ C4. കാരണം എന്താ? ഹൈ പ്രൊഡക്ടിവിറ്റി. C4കൾക്ക് നല്ല ഉൽപാദനമുണ്ട്, നല്ല ഉൽപാദനക്ഷമയുണ്ട്, ഹൈ പ്രൊഡക്ടിവിറ്റിയാണ്. അടുത്ത എന്താ മക്കളെ? ഹൈ പ്രൊഡക്ടിവിറ്റി. അടുത്ത എന്താ? ഹൈ ഒപ്റ്റിമം ടെമ്പറേച്ചർ. നല്ല ടെമ്പറേച്ചർ വേണം. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താ? നല്ല ടെമ്പറേച്ചർ വേണം. നല്ല ടെമ്പറേച്ചറിൽ അവർ നിലനിൽക്കും. അപ്പം ഒരു വേനൽക്കാലത്ത് ചൂട് കൂടിയാലും C3 പ്ലാന്റ് നശിച്ചു പോകും. കാരണം അവർക്ക് കുറച്ച് ടെമ്പറേച്ചർ മതി. C4 പ്ലാന്റിന് നല്ല ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറാണ് ഇഷ്ടം. ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ എന്താ പ്രത്യേകത? ചൂട് കാലത്താണെങ്കിലും അവർ ആ ടെമ്പറേച്ചറിന് ഇഷ്ടപ്പെട്ട് അങ്ങനെ ജീവിച്ച് നിന്നോളും. ചൂട് കാലത്ത് അവർ കരിഞ്ഞു പോകത്തില്ല. C3 ആണെങ്കിൽ കരിഞ്ഞു പോകും. കാരണം അവർക്ക് കുറച്ച് ടെമ്പറേച്ചർ മതി. ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ഹൈ ഒപ്റ്റിമം ടെമ്പറേച്ചർ വേണം. ഏകദേശം എബോവ് 40 ഡിഗ്രി,
40 ഡിഗ്രിക്ക് മുകളിൽ വരെ അവർ സഹിച്ച് നിൽക്കുന്നവരാണ്. അടുത്തെന്താ? പ്രസൻസ് ഓഫ് ക്രാൻസ് അനാട്ടമി. ക്രാൻസ് അനാട്ടമി ഉണ്ട്. പ്രസൻസ് ഓഫ് ക്രാൻസ് അനാട്ടമി അത് C3 പ്ലാന്റിൽ ഇല്ല. പ്രസൻസ് ഓഫ് ക്രാൻസ് അനാട്ടമി. അടുത്തെന്താ മക്കളെ വരിക? അടുത്തയാണ് ലാക്ക് എന്ന് പറഞ്ഞാൽ ഇല്ല. എന്തില്ല? ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. ലാക്ക് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ. ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെന്റ് ആണ് സാറേ. ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെന്റ് ആണ്. ഇത് 4 മാസാറേ C3നേക്കാൾ C4 പ്ലാന്റുകളെ നല്ലതാക്കിയത്. എയും ബിയും എന്താ? സൈക്ലിക്ക് നോൺ സൈക്ലിക്ക് എപ്പോഴും ചോദിക്കും. എയിൽ നോക്ക്, ഇലക്ട്രോണുകൾ ഇങ്ങനെ വട്ടത്തിലാ പോവുക, കണ്ടോ? വട്ടത്തിലാണെങ്കിൽ ഇതെന്താ? സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനാണ്. ഇവിടെ എങ്ങനെ? ഇലക്ട്രോണുകൾ ഇസഡിന്റെ ഷേപ്പിലാ. ഇലക്ട്രോണുകൾ ഇസഡിന്റെ ഷേപ്പിലാ പോവുക, കണ്ടോ? ഇവിടെ ഇലക്ട്രോൺ മുകളിലോട്ട്, പിന്നെ സൈഡിലേക്ക്, പിന്നെ മേലോട്ട്. ഇസഡ് ചരിച്ച് നോക്ക്, ഇസഡിന്റെ ഷേപ്പിലാ. അതുകൊണ്ട് നമ്മൾ എന്താ വിളിക്കുക? നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ, അല്ലെങ്കിൽ നമ്മൾ സെഡ് സ്കീം എന്നാ വിളിക്കുക. ഓക്കെ, ഇതെവിടെ വെച്ചാൽ നടക്കുക? സൈക്ലിക്ക് എവിടെ വെച്ചാൽ? ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. സൈക്ലിക്ക് നടക്കുന്നത് എവിടെ വെച്ചാ? സ്ട്രോമാ ലാമലയിൽ വെച്ചാ. നോൺ സൈക്ലിക്ക് എവിടെ വെച്ചാൽ നടക്കുക? തൈലക്കോടിൽ വെച്ചാ. സൈക്ലിക്ക് സ്ട്രോമാ ലാമലയിൽ വെച്ച്, നോൺ സൈക്ലിക്ക് തൈലക്കോടിൽ വെച്ച്. ഏത് ഹൈപ്പോത്തസിസ് ആണ് ATP ഫോർമേഷനെ കുറിച്ച് പറയുന്നത്? സൈക്ലിക് ആയിക്കോട്ടെ നോൺ സൈക്ലിക് ആയിക്കോട്ടെ ATP ഉണ്ടാകുന്നുണ്ട്. നോക്ക്, ഇവിടെ സൈക്ലിക്ക് നോക്ക്. സൈക്ലിക്ക് ഇവിടെ കണ്ടോ ATP. NCERT ഡയഗ്രത്തിലുണ്ട് ATP. ഇവിടെ കണ്ടോ ATP ഉണ്ടാകുന്നത്. സൈക്ലിക്കിലും നോൺ സൈക്ലിക്കിലും ATP ഉണ്ടാകും. സൈക്ലിക്കിലും നോൺ സൈക്ലിക്കിലും എങ്ങനെയാണ് ATP ഉണ്ടാകുക? അതിനെക്കുറിച്ച് പറയുന്ന ഹൈപ്പോത്തസിസ് തിയറിയാണ് ഏത്? കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. എന്താ വിളിക്കുക? കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്നാ വിളിക്കുക. എന്താ സാറേ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്? സൈക്ലിക്ക് നടക്കുമ്പോഴും നോൺ സൈക്ലിക്കിലും ATP ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാ സൈക്ലിക്കിലും നോൺ സൈക്ലിക്കിലും ATP ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ച് പറഞ്ഞാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. എവിടെയാ സാറേ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുക? നോൺ സൈക്ലിക്ക് നടക്കുമ്പോൾ മാത്രമേ വാട്ടർ സ്പ്ലിറ്റ് ആകാറുള്ളൂ. പഠിച്ചു വെച്ചേക്കാം. ഇതാണ് മക്കൾ നമ്മുടെ C4 പാത്വേ. ഇതിൽ ഏതൊക്കെ സെല്ലാണ് ഉള്ളത്? ഇതാണ് നമ്മുടെ ബണ്ട് ഷീത്ത് സെൽ. ഈ സെല്ലിന്റെ പേരാണ് എന്ത്? മീസോഫിൽ സെൽ എന്ന് വിളിക്കുക. 2 സെല്ലും ഉണ്ടെങ്കിൽ എന്ത് നടക്കുള്ളൂ? C4 പാത്വേന്റെ വേറൊരു പേരെന്താ? ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ. അറിയാലോ, ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ എന്ന് വിളിക്കുക. ഇവിടെ ഉണ്ടാകുന്ന C4 ആസിഡ് ഏതാ? 4 ആസിഡിന്റെ പേര്. 4 കാർബണുള്ള ആസിഡ്. C3 ആസിഡ് എന്ന് പറഞ്ഞാൽ 3 കാർബണുള്ള ആസിഡ്. അതിന്റെ പേരെന്താ? 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് വിളിക്കാം. C4 ആസിഡ് എന്ന് പറഞ്ഞാലോ മക്കളെ 4 കാർബണുള്ള ആസിഡ് എന്നാണ് അർത്ഥം. അതാരാ? ഓക്സാലോ അസെറ്റിക് ആസിഡാ. ഈ C3 ആസിഡ് ഉണ്ടാകാൻ സഹായിക്കുന്ന എൻസൈമിന്റെ പേരെന്താ? റുബിസ്കോ എന്നാ വിളിക്കുക. ഈ C4 ആസിഡ് ഓക്സാലോ അസെറ്റിക് ആസിഡ് ഉണ്ടാകാൻ സഹായിക്കുന്ന എൻസൈമിന്റെ പേരെന്താ? പെപ്റ്റൈസ് എന്നാ വിളിക്കുക. 3 കാർബണുള്ള ആസിഡാണ് C3 ആസിഡ്. 4 കാർബൺ ഉണ്ടെങ്കിൽ C4 ആസിഡ്. C3 ആസിഡിന്റെ പേരെന്താ? 3 കാർബണുള്ള ആസിഡിന്റെ പേരെന്താ? 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. 4 കാർബണുള്ള ആസിഡിന്റെ പേരോ? ഓക്സാലോ അസെറ്റിക് ആസിഡ്. ഇതുണ്ടാകാൻ സഹായിക്കുന്ന എൻസൈം റുബിസ്കോ. ഓക്സാലോ അസെറ്റിക് ആസിഡ് ഉണ്ടാകാൻ സഹായിക്കുന്ന എൻസൈം പെപ്റ്റൈസ്. അപ്പോൾ ഏത് എൻസൈമാണ് ഈ ആസിഡ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് C4 ആസിഡ്. ഏത് എൻസൈമാണ് C4 ആസിഡ് ഉണ്ടാക്കുക? പെപ്റ്റൈസ് ആണ് C4 ആസിഡ് ഉണ്ടാക്കുക. അടുത്ത ഈ ഗ്രാഫ് പഠിച്ചു വെക്കണം. ഈ ഗ്രാഫ് മക്കളെ ഒറ്റമല. ഇതാണ് ആക്ഷൻ സ്പെക്ട്രം. ഈ ഗ്രാഫിന്റെ പേരെന്താ മക്കളെ? ആക്ഷൻ സ്പെക്ട്രം എന്നാ വിളിക്കാം. ഈ ഗ്രാഫിന്റെ പേരാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ആക്ഷൻ സ്പെക്ട്രം ആണ് ഒന്നാമത്തത്. രണ്ടാമത്തെ ഗ്രാഫിന്റെ പേരെന്താ? അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നാ വിളിക്കാം. മൂന്നാമത്തെ ചിത്രത്തിൽ ഇത് രണ്ടുകൂടെ ഒരുമിച്ച് ചേർത്തേക്കാം. ആക്ഷനും അബ്സോർപ്ഷനോട് ഒരുമിച്ച് ചേർത്തേക്കാം. ഒരുമിച്ച് ചേർത്ത ഗ്രാഫിന്റെ പേരാണ് സൂപ്പർ ഇമ്പോസ്ഡ് ഗ്രാഫ്. എന്താ വിളിക്കുക? സൂപ്പർ ഇമ്പോസ്ഡ് ഗ്രാഫ്. സൂപ്പർ ഇമ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിച്ചേർത്ത ഗ്രാഫ്. ആക്ഷൻ സ്പെക്ട്രത്തെയും അബ്സോർപ്ഷൻ സ്പെക്ട്രത്തെയും ഒറ്റ ഗ്രാഫിലാക്കി എങ്കിൽ ആ ഗ്രാഫിന്റെ പേരെന്താ? സൂപ്പർ ഇമ്പോസ്ഡ് ഗ്രാഫ് എന്നാ വിളിക്കുക. ഇതാണ് മക്കളെ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ATP ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയുന്നതാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. സൈക്ലിക് ആയിക്കോട്ടെ നോൺ സൈക്ലിക് ആയിക്കോട്ടെ ATP ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാ സൈക്ലിക്കിലും നോൺ സൈക്ലിക്കിലും ATP ഉണ്ടാകുക? അതിനെക്കുറിച്ച് പറഞ്ഞാണ് ഏത്? കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. എന്താ വിളിക്കുക? കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്നാ വിളിക്കുക. ഇതിൽ ഓരോ ഭാഗങ്ങളെ അടയാളപ്പെടുത്തി ABCD. എന്താ സാറേ? ഇതാണ് ഫോട്ടോസിസ്റ്റം 1. ഈ 1 അല്ല 2. ഇതാണ് 1, ഇതാണ് 2. കൺഫ്യൂഷൻ ആകല്. ഇത് 1, 2 അല്ല. ഇത് 1, ഇത് 2. ഇതാരാ? ഫോട്ടോസിസ്റ്റം 2 ആണ് സാർ. ഇതെന്താ? സൈറ്റോക്രോം B6F. ഇവിടെ ആരുണ്ട്? പ്ലാസ്റ്റോക്വിനോൺ. ഇവിടെ ആരുണ്ട്? പ്ലാസ്റ്റോസയാനിൻ. ഇതാണ് ഉൾഭാഗം. അതിന്റെ പേരെന്താ? ലൂമൻ. ഇതെന്താ? തൈലക്കോണിന്റെ മെമ്പറൈനാ. ഇതെന്താ സാറേ? തൈലക്കോണിന്റെ മെമ്പറൈൻ.
തൈലക്കൊണ്ട മെമ്പറൈനാണ് നോക്കി വെക്കണം. ഇതാണ് ATP സിന്തേസ്. ഇത് CF0 ഭാഗം, ഇത് CF1 ഭാഗം. ഡി എന്ന് പറയുന്നത് ലൂമൻ ആണ്. ഈ നോക്കി വെക്കണം. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസിന്റെ ചോദ്യം വരും മക്കളെ അടയാളപ്പെടുത്താൻ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫോട്ടോസിന്തസിസ് എന്ന് മെയിൻ ആയിട്ടുള്ളത്. ഇവിടെ തന്നെ നിങ്ങൾ എന്ത് പഠിച്ചു വെക്കണം? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്, ബ്ലാക്ക് മാൻഡൽ ലോ, ഫോട്ടോ റെസ്പിറേഷൻ എന്തുകൊണ്ട് വേസ്റ്റ് പ്രോസസ്സായി, C3 സ്റ്റെപ്പുകൾ ഏതൊക്കെ? C3 സൈക്കിളിലെ കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ ഏർലി എക്സ്പെരിമെന്റ്സിലെ ജൂലിയസ് വോൺ സാഷെ, ഏഞ്ചൽ മാനെ, കോർണീലിയസ് വാനിലെ, ജോസഫ് പ്രീസിന്റെ ബെൽജാറും കൂടെ നോക്കി വെക്കണേ. പ്ലാൻ ഗ്രോത്തിൽ ഇത് ഓരോന്നും എന്താ ചോദിക്കും മക്കളെ. ഡിഫറൻഷിയേഷൻ എന്താ? ഞാൻ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യനാ. ഡിഫറൻഷിയേഷൻ, ഡീഡിഫറൻഷിയേഷൻ, റീഡിഫറൻഷിയേഷൻ ഇതെന്താ സാറേ? മെരിസമാറ്റിക് സെല്ലുകൾ പെർമനന്റ് ആയി മാറും, അതാണ് ഡിഫറൻഷിയേഷൻ. ഈ പെർമനന്റ് സെല്ലുകൾ ഒരിക്കൽ കൂടി മെരിസമാറ്റിക് ആയി മാറും, അതാണ് ഡീഡിഫറൻഷിയേഷൻ. ലാസ്റ്റ് ഈ മെരിസമാറ്റിക് സെൽ ഒന്നുകൂടെ പെർമനന്റ് ആകും, അതാണ് റീഡിഫറൻഷിയേഷൻ. മെരിസമാറ്റിക് പെർമനന്റ് ആയാൽ ഡിഫറൻഷിയേഷൻ, ഈ പെർമനന്റ് ഒരിക്കൽ കൂടി മെരിസമാറ്റിക് ആയാൽ ഡീഡിഫറൻഷിയേഷൻ, ഈ മെരിസമാറ്റിക് ഒരിക്കൽ കൂടി പെർമനന്റ് ആയാൽ ഡിഫറൻഷിയേഷൻ എന്നാ വിളിക്കുക. ഓക്കെ, ഡിഫറൻഷിയേഷൻ വഴി ഉണ്ടാകുന്ന സെല്ലുകൾക്ക് എക്സാമ്പിൾ ആണ് ആര്? പാരങ്കൈമ. ഡിഫറൻഷിയേഷൻ വഴി ഉണ്ടാകുന്ന സെല്ലുകൾ ആരാ? പാരങ്കൈമിയ. ഡി ഡിഫറൻഷിയേഷൻ വഴി ഉണ്ടാകുന്ന സെല്ലുകളാണ് ആര്? ക്യാമ്പിയം. ക്യാമ്പിയം എന്ന് കേട്ടാൽ അത് ഏത് വഴി ഉണ്ടാകുക? ഡി ഡിഫറൻഷിയേഷൻ വഴി ഉണ്ടാകുക. റീഡിഫറൻഷിയേഷൻ വഴി ഉണ്ടാകുന്നവരാണ് ആര്? സെക്കൻഡറി ടിഷ്യൂ ഒക്കെ, അതേപോലെ സെക്കൻഡറി സൈലം, സെക്കൻഡറി ഫ്ലോയം, അതേപോലെ ഫെല്ലം, അതേപോലെ ഫെല്ലോജൻ. ഇതൊക്കെ എന്താ? ഇതൊക്കെ റീഡിഫറൻഷിയേഷൻ വഴി ഉണ്ടാകുക. ഡിഫറൻഷിയേഷൻ എന്താ? അതിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. എപ്പോഴും ചോദിക്കുക, ക്യാമ്പിയം ഏത് വഴിയാണ് ഉണ്ടാകുക? ഡി ഡിഫറൻഷിയേഷൻ വഴിയാണ് ക്യാമ്പിയം ഉണ്ടാകുക. ഓക്കെ, ഏത് ഹോർമോണിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്? ഇതാണ് മക്കളെ ഒരു പ്ലാന്റ്. ഈ പ്ലാന്റിന് ലൈറ്റ് എവിടെ നിന്നാണോ വരിക ആ ഡയറക്ഷനിലേക്ക് പ്ലാന്റ് വളരും. ലൈറ്റിന്റെ ഡയറക്ഷനിലേക്ക് പ്ലാന്റ് വളരും. അതിന്റെ പേരാണ് ഏത്? ഫോട്ടോട്രോപ്പിസം. ലൈറ്റിന്റെ ഡയറക്ഷനിലേക്ക് പ്ലാന്റ് വളരുന്നതിന്റെ പേരെന്താ? ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കുക. ലൈറ്റ് അടിച്ചു കൊടുത്താൽ പ്ലാന്റിന്റെ മുകൾ ഭാഗം ലൈറ്റിന്റെ ഡയറക്ഷനിലേക്ക് വളരുക, അതിന്റെ പേരാ ഫോട്ടോട്രോപ്പിസം. ഇതിന് സഹായിക്കുന്ന ഹോർമോണിന്റെ പേരാടാ. ഇതിന് സഹായിക്കുന്ന ഹോർമോണിന്റെ പേരെന്താ മക്കളെ? ഓക്സിന. ലൈറ്റിന്റെ ഡയറക്ഷനിലേക്ക് പ്ലാന്റിനെ വളർത്തുന്നവരാരാ? ഓക്സിന മക്കളെ, ഓക്സിൻ. അപ്പൊ നോക്കി, ഇതൊരു പ്ലാന്റാ, കണ്ടോ? ഈ പ്ലാന്റ് നേരെയായിരുന്നു, ലൈറ്റ് സൈഡിൽ നിന്ന് അടിച്ചപ്പോൾ അവർ അങ്ങോട്ടേക്ക് വളർന്നു. പിന്നെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്യുമ്പോൾ അവർ വളരില്ല കേട്ടോ, കാരണം കട്ട് ചെയ്യുമ്പോൾ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് ലൈറ്റ് അടിച്ചാൽ അങ്ങോട്ടേക്ക് വളരില്ല. കാരണം കട്ട് ചെയ്തെടുത്തുനിന്ന് ഓക്സിൻ ഉണ്ടാക്കുന്ന സെല്ലുകൾ നഷ്ടപ്പെടും, അതാണ് കാരണം. ഏത് ഹോർമോണിനെയാണ് നമ്മൾ ഇവിടെ കാണിച്ചേക്കുന്നത്? ഓക്സിൻ. ഈ ഹോർമോണിന്റെ രണ്ട് റോൾ എന്തൊക്കെ? ഈ ഹോർമോണിന്റെ റോൾ എന്താ? ഒന്ന്, പ്രൊമോട്ട് എപ്പിക്കൽ ഡോമിനൻസ്. എന്താ എപ്പിക്കൽ ഡോമിനൻസ്? നിങ്ങൾക്ക് അറിയാലോ, ഒരു പ്ലാന്റിന്റെ മുകൾ ഭാഗം നല്ല പോലെ വളരുക, അതാണ് എപ്പിക്കൽ ഡോമിനൻസ്. അടുത്തെന്താ? റൂട്ട് ഉണ്ടാക്കും. അടുത്തെന്താ? ഫ്ലവറിങ് ഇൻ പൈനാപ്പിൾ. പൈനാപ്പിളിൽ ഫ്ലവർ ഉണ്ടാക്കും. പൈനാപ്പിളിൽ ഫ്ലവർ ഉണ്ടാക്കാൻ ഓക്സിന് മാത്രമല്ല പറ്റുക, എഥിലീനും പറ്റും. ഓർത്ത് വെച്ചോണം. ഓക്സിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാ? പ്രൊമോട്ട് റൂട്ട് ഫോർമേഷൻ, സ്റ്റെം കട്ടിങ്. മുറിച്ച് വെച്ച റോസാ ചെടീൻ്റെ അറ്റത്ത് എന്ത് വരും? റൂട്ട് വരും. കാരണം എന്താ? ഓക്സിന. റോസാ ചെടി നമ്മൾ തണ്ടാ നടുക, ഈ തണ്ടിൻ്റെ അറ്റത്ത് റൂട്ട് വരും. കാരണം എന്താ? ഓക്സിന മക്കളെ, റൂട്ടിങ് ഹോർമോണാണ്. പൈനാപ്പിളിൽ ഫ്ലവർ ഉണ്ടാക്കും. പിന്നെന്താ? എപ്പിക്കൽ ഡോമിനൻസിനെ കൂട്ടും. പിന്നെ പാർത്തനോകാർപ്പി നടത്തും. വീഡിസൈഡ് ആണ്, കളനാശിനിയാണ് 2,4-D. അതൊക്കെ ഓർത്ത് വെക്കാം. ഫ്ലവറിങ്, പൈനാപ്പിളിൽ ഫ്ലവർ ഉണ്ടാക്കാൻ ഓക്സിനും പറ്റും, എഥിലീനും പറ്റും. എന്താണ് ആന്റഗോണിസ്റ്റിക് ഹോർമോൺ? ആന്റഗോണിസ്റ്റിക് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഉള്ളവർ. ഓക്സിന് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഉള്ളവർ ആരാ? ഓക്സിന് ഓപ്പോസിറ്റ് ആരാന്നറിയാമോ? സൈറ്റോകൈനിന. ഓക്സിന് ഓപ്പോസിറ്റ് ആരാ? സൈറ്റോകൈനിന. ഗിബർലിക് ആസിഡിന് ഓപ്പോസിറ്റ് ആരാ? അബ്സിസിക് ആസിഡാ. ഈ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഹോർമോണുകളെ നമ്മൾ എന്താ വിളിക്കുക? ആന്റഗോണിസ്റ്റിക് ഹോർമോൺ. എന്താ വിളിക്കുക? നമ്മൾ പറ, ആന്റഗോണിസ്റ്റിക് ഹോർമോൺ എന്ന് വിളിക്കുക. രണ്ട് ഹോർമോൺസിന് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അവരുടെ പേരാണ് ആന്റഗോണിസ്റ്റിക് ഹോർമോൺ. ഓക്സിന് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഉള്ളത് സൈറ്റോകൈനിന. ഗിബർലിക് ആസിഡിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആർക്കാ? അബ്സിസിക് ആസിഡിന. രണ്ട് ഹോർമോൺസിന് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവരുടെ പേരാണ് ആന്റഗോണിസ്റ്റിക് ഹോർമോൺ. പറ മക്കളെ, ഓരോ ഹോർമോണിന്റെ ഫംഗ്ഷൻ പറയാൻ. ഗ്യാസ് ഹോർമോൺ ആരാ? ഗ്യാഷ്യസ് ഹോർമോൺ ആരാ? എഥിലീൻ. സാറേ, ഗ്യാസ് ഹോർമോൺ ആരാ? എഥിലീൻ. സൊമാറ്റിനെ അടയ്ക്കുന്നത് ഏതെങ്കിലും പ്ലാന്റ്സിന് സ്ട്രെസ് വന്നു എന്നിരിക്കട്ടെ, പ്ലാന്റിലേക്ക് സ്ട്രെസ് വരുമ്പം ഒരു ഹോർമോൺ വരും. ആ ഹോർമോൺ വന്നിട്ട് സൊമാറ്റിനെ അങ്ങ് അടയ്ക്കും. എന്താ സൊമാറ്റ? ഓപ്പണിംഗ് ഇൻ എപ്പിഡെർമിസ്. ലീഫിന്റെ ഓപ്പണിംഗ് ആണ് സൊമാറ്റ. ഗ്യാസുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന അതേത് ഹോർമോണിന്റെ ഫംഗ്ഷനാ? അബ്സിസിക് ആസിഡ്. ബോൾട്ടിങ്, മാൾട്ടിങ്.
ബോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലവർ ഉണ്ടാക്കുന്നതിന് മുമ്പ് പ്ലാന്റ് ഒന്ന് നീളം വെക്കും, അതാണ് ബോൾട്ടിങ്. ബോൾട്ടിങ്ങും മാൾട്ടിങ്ങും ഒക്കെ ചെയ്യുന്നത് ആരാ? ഗിബർലിക് ആസിഡാ. ബോൾട്ടിങ് എന്നോ അതേപോലെ മാൾട്ടിങ് എന്നോ കേട്ടാൽ, ബോൾട്ടിങ്ങോ മാൾട്ടിങ്ങോ എന്ന് കേട്ടാൽ ആരുടെ പണിയാ? അത് ഗിബർലിക് ആസിഡിന്റെ പണിയാ, ബോൾട്ടിങ് മാൾട്ടിങ്. അടുത്ത പ്രൊമോട്ട്, നെയിം ദ ഹോർമോൺ എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസിനെ കൂട്ടുന്ന ഹോർമോൺ ആരാ? ഓക്സിൻ ആണ്. എപ്പിക്കൽ ഡോമിനൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നവർ ഓക്സിൻ ആണ്. ഇൻഹിബിറ്റ്, കുറയ്ക്കുന്നവർ സൈറ്റോകൈനിനാ. എന്താ എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ? ഒരു പ്ലാന്റിന്റെ മുകൾ ഭാഗം മാത്രം വളരുക, സൈഡിൽ നിന്നുള്ള വളർച്ച കുറവായിരിക്കും, മുകൾ ഭാഗമായിരിക്കും നല്ല പോലെ വളരുക. എപ്പിക്കൽ മീൻസ് മുകൾ ഭാഗം, ഡോമിനൻസ് മീൻസ് വളരുക. ഒരു പ്ലാന്റിന്റെ മുകൾ ഭാഗം നല്ല പോലെ വളരും, സൈഡിൽ നിന്നുള്ള വളർച്ച കുറവാ. ഇതിനെ കൂട്ടുന്നത് ഓക്സിൻ, കുറയ്ക്കുന്നത് സൈറ്റോകൈനിനാ. നെയിം ദ ടു ഹോർമോൺ വിച്ച് ആർ ആന്റഗോണിസ്റ്റിക് ഇൻ ആക്ഷൻ. ഏതെഴുതാം? ഗിബർലിക് ആസിഡ് ആൻഡ് അബ്സിസിക് ആസിഡ് എഴുതാം, അല്ലെങ്കിൽ എന്തെഴുതാം? ഓക്സിൻ ആൻഡ് സൈറ്റോകൈനിൻ എഴുതാം. ഇവരൊക്കെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഉള്ളവരാ. ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വിളിക്കുന്ന പേരെന്താ? ആന്റഗോണിസ്റ്റിക് ഹോർമോൺ എന്നാ വിളിക്കുക. ഹെട്രോഫിലി എന്ന് പറഞ്ഞാൽ എന്താ? ഹെട്രോ എന്ന വാക്കിനകത്ത് എന്താ? ഡിഫറൻറ്റ്. ഫിലി എന്ന് പറഞ്ഞാൽ എന്താ? ലീഫ്. ഒരു പ്ലാന്റിൽ തന്നെ ഡിഫറെന്റ് ഷേപ്പുള്ള ലീഫ് വരുന്നു, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഹെട്രോഫിലി. ഒരു പ്ലാന്റിൽ തന്നെ ഡിഫറെന്റ് ഷേപ്പുള്ള ലീഫ്. ഒരു പ്ലാന്റിൽ തന്നെ എന്താ സാറേ? ഡിഫറെന്റ് ഷേപ്പുള്ള ലീഫ് വരുന്നു. ഒരു പ്ലാന്റിൽ തന്നെ ഡിഫറെന്റ് ഷേപ്പുള്ള ലീഫ് വരുന്നു. അത് ഒരേ സമയത്താകണമെന്നില്ല കേട്ടോ, വ്യത്യസ്ത സമയത്തുമാകാം. ഇത് കാണിക്കുന്നവർക്ക് എക്സാമ്പിൾ ആരൊക്കെയാ? കോട്ടൺ ഉണ്ട്, അതേപോലെ കോറിയാൻഡർ ഉണ്ട്, അതേപോലെ ആരാ മക്കളെ? ലാക്സ്പർ ഉണ്ട്, അതേപോലെ ആരാ? ബട്ടർ കപ്പ് ഉണ്ട്. ഈ 4 ചെടികളാ ഹെട്രോഫിലി കാണിക്കുക. എന്താ ഹെട്രോഫിലി എന്ന് പറഞ്ഞാൽ? ഡിഫറെന്റ് ഷേപ്പ് ലീഫ് ഇൻ എ സിംഗിൾ പ്ലാന്റ്, ഇൻ സെയിം പ്ലാന്റ്. അങ്ങനെ എഴുതിക്കോ, സെയിം കൈൻഡ് ഓഫ് ലീഫ് ഇൻ എ പ്ലാന്റ്. ഒരു പ്ലാന്റിൽ തന്നെ ഡിഫറെന്റ് ഷേപ്പിലുള്ള ലീഫ് വരുന്നു, അതാണ് ഹെട്രോഫിലി. ഇത് കാണിക്കുന്നവരാരൊക്കെയാ? ഇത് കാണിക്കുന്ന ചെടികൾ ആരൊക്കെയാ? കോട്ടൺ, കോറിയാൻഡർ, ലാക്സ്പർ, ബട്ടർ കപ്പ്. കോട്ടൺ, കോറിയാൻഡർ, ലാക്സ്പർ, ബട്ടർ കപ്പ്. കോക്കോ, ലാബു, ബുല, കോക്കോ, കൊബുലു, കൊബുല, എന്തെങ്കിലും ഓർത്ത് വെക്ക്. ഓക്കെ മക്കളെ, ഇതാണ് രണ്ട് പ്ലാന്റിന്റെ AGR-ഉം RGR-ഉം കേട്ടോ. ഒരു പ്ലാന്റ് ഉണ്ട്, ആ പ്ലാന്റിന്റെ ആദ്യത്തെ ഗ്രോത്ത് 5 സെന്റിമീറ്റർ സ്ക്വയറാ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്ലാന്റ് എത്ര ആയി എന്നറിയാമോ? 10 സെന്റിമീറ്റർ സ്ക്വയറായി. അപ്പൊ കൂടിയത് എത്ര? 5. ആദ്യം 5 പിന്നെ അതെന്തായി? 10 മാറി. വേറൊരു ലീഫ് ഉണ്ട്, ആ ലീഫ് B ലീഫ്, ഇത് A ലീഫ്, ഇത് B ലീഫ്. അതിന് ആദ്യം 50 സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ട് ഗ്രോത്ത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പ്ലാന്റ് ഗ്രോത്ത് എന്തായി? 55 സെന്റിമീറ്റർ സ്ക്വയറായി. 5 ഉള്ളത് 10 55 ഉള്ളത് 50 ഉള്ളത് 55 എങ്കിൽ AGR എങ്ങനെ കണ്ടുപിടിക്കുക? ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി. ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക മക്കളെ? ഫൈനൽ സൈസ് മൈനസ് ഇനീഷ്യൽ സൈസ്. ഫൈനൽ സൈസ് മൈനസ് ഇനീഷ്യൽ സൈസ് ചെയ്താൽ മതി AGR കണ്ടുപിടിക്കാൻ. എന്നാ പറ, ഈ ലീഫിന്റെ AGR എന്ന് പറ. A ലീഫിന്റെ AGR എന്താ വരിക? ഫൈനൽ എത്ര? 10. ഇനീഷ്യൽ എത്ര? 5. 10 - 5 എത്ര? 5 ആണ് വരിക. 5 ആണ് AGR. RGR എങ്ങനെ കണ്ടുപിടിക്കുക സാറേ? RGR ഈ കിട്ടിയ AGR ബൈ ഇനീഷ്യൽ സൈസ് ഇൻറ്റു 100. ഈ കിട്ടിയ AGR ബൈ ഇനീഷ്യൽ സൈസ് ഇൻറ്റു 100. AGR എത്ര വന്ന മക്കളെ? 5 ആണ് സാർ. 5 ബൈ ഇനീഷ്യൽ സൈസ് എത്ര വന്നത്? 5 10 അപ്പൊ ആദ്യത്തെ സൈസ് എത്ര തന്നെ? 5 തന്നെ. 5 ബൈ 5 ഇൻറ്റു 100 എത്ര വരിക? 100 തന്നെ വരിക. അപ്പൊ ഇതിന്റെ AGR, ഈ ലീഫിന്റെ AGR 5 ആണെങ്കിലും RGR എത്ര? 100 ആണ് മക്കളെ വരിക. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കണം. AGR = ഫൈനൽ മൈനസ് ഇനീഷ്യൽ, RGR = ഈ കിട്ടിയ AGR ബൈ ആദ്യം എത്ര തന്നെ ആയിരുന്നോ സൈസ് ബൈ ഇൻറ്റു 100. ഇതേപോലെ ഈ ലീഫിന്റെയും രണ്ടാമത്തെ ഈ ലീഫിന്റെ കൂടെ AGR-ഉം RGR-ഉം കാണുക. അതിൽ ആർക്കാണ് AGR കൂടുതൽ നോക്കുക കേട്ടോ. ഏതിനാണ് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് കൂടുതൽ? നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. A ലീഫിനാണ് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് കൂടുതൽ വരിക. വിച്ച് ലീഫ് ഹാവ് ലാർജർ ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ്? ആബ്സല്യൂട്ട് പറഞ്ഞാൽ AGR. റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ RGR ആണല്ലോ, അത് കൂടുതൽ ആർക്കാ? A ആ. ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ AGR, അത് കൂടുതൽ ആർക്കാ? അത് കൂടുതലൊന്നുമല്ല, Aക്കും Bക്കും സെയിം തന്നെ ആയിരിക്കും. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 5 10 അപ്പൊ എത്ര കൂടിയത്? 5. ഇത് നോക്ക്, 50 55 കൂടിയത് എത്ര? 5. ഫൈനൽ 55, ഇനീഷ്യൽ 50 ബൈ -5. 55 -
50 എന്താ കിട്ടും? 5 തന്നെ കിട്ടുക. ഇതിൻ്റെ AGR 5, ഇതിൻ്റെ AGR 5. AGR സെയിം മക്കളെ കിട്ടുക. AGR സെയിം കിട്ടുക. RGR നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും. ഇവൻ്റെ RGR എത്ര വരിക എന്നറിയാമോ? ഇവൻ്റെ RGR 10 വരിക, ഇവൻ്റെ RGR 100 വരിക, ഇവൻ്റെ AGR 5, ഇവൻ്റെ AGR 5. ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. AGR RGR ക്വസ്റ്റ്യൻ നോക്കി വെക്കണം. ഒരു ഫ്രൂട്ട് പഴുക്കാൻ നേരം ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിലെ റെസ്പിറേഷൻ്റെ സ്പീഡ് കൂടും. എന്താ റെസ്പിറേഷൻ? എനർജി ഉണ്ടാക്കുന്ന പ്രക്രിയ. ഒരു ഫ്രൂട്ട് പഴുക്കും നേരം അതിൻ്റെ ഉള്ളിലെ റെസ്പിറേഷൻ്റെ സ്പീഡ് കൂടാറുണ്ട്. ഈ സ്പീഡ് കൂടുന്നതിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ്. എന്തിൻ്റെ? റെസ്പിറേഷൻ ഇൻ ഫ്രൂട്ട് റൈപ്പനിങ്. ഫ്രൂട്ട് പഴുക്കുമ്പോൾ, റൈപ്പനിങ് എന്ന് പറഞ്ഞാൽ പഴുക്കുമ്പോൾ, ഫ്രൂട്ട് പഴുക്കുന്ന സമയം, ഒരു ഫ്രൂട്ട് പഴുക്കുന്ന സമയം അതിൻ്റെ ഉള്ളിലെ റെസ്പിറേഷൻ്റെ സ്പീഡ് കൂടാറുണ്ട്. റെസ്പിറേഷൻ്റെ സ്പീഡ് കൂടുന്നത് നമ്മൾ എന്താ വിളിക്കുക? റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. എന്താ വിളിക്കുക? പറ. റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്നാ വിളിക്കുക. റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്നാ വിളിക്കുക. ഒരു ഫ്രൂട്ടിൻ്റെ ഉള്ളിലെ റെസ്പിറേഷൻ്റെ സ്പീഡ് കൂടും. അതിനെ വിളിക്കുന്ന പേരാണ് ഏത്? റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. എപ്പോഴാണ് കൂടുക? അത് പഴുക്കാൻ നേരം. ഓക്കെ. എഥിലിൻ്റെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സോഴ്സ് ഏതാ? എഥഫോൺ. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സോഴ്സ് ഏതാ? എഥഫോൺ. എന്താ എഥഫോൺ എന്ന് പറഞ്ഞാൽ? എഥിലിൻ ഗ്യാസ് ആണല്ലോ. ഈ ഗ്യാസിനെ എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിൽ കലർത്തുക. എഥിലിൻ ഗ്യാസിനെ എടുത്ത് വെള്ളത്തിൽ കലർത്തുക. എഥിലിൻ ഗ്യാസിനെ വെള്ളത്തിൽ കലർത്തിയാൽ ആ വെള്ളത്തെ വിളിക്കുന്ന പേരാണ് എഥഫോൺ. നമ്മൾ കൂടുതലായിട്ടും എഥിലിൻ്റെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ആരെയാ? എഥഫോൺ. ഒരു പ്ലാന്റിന് എഥിലിൻ വേണമെങ്കിൽ നമ്മൾ എഥഫോൺ അടിച്ചു കൊടുത്താൽ മതി. എഥഫോൺ പ്ലാന്റ് വലിച്ചെടുക്കും. പ്ലാന്റിൻ്റെ വലിച്ചെടുത്ത എഥഫോണിൽ നിന്ന് എഥിലിൻ ഗ്യാസ് പുറത്തു വരും. എഥിലിൻ്റെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരെയാ? എഥഫോൺ. എന്താ എഥഫോൺ? എഥിലിൻ ഗ്യാസിനെ വെള്ളത്തിൽ കലർത്തിയത്. അത് അടിച്ചു കൊടുത്താലോ പ്ലാന്റിൽ ആ വെള്ളം ചെന്നിട്ട് പ്ലാന്റിൽ എന്തുണ്ടാക്കും? എഥിലിൻ ഗ്യാസ് ഉണ്ടാക്കും. ഇതേതൊക്കെ മക്കളെ? സിന്തറ്റിക് ഓക്സിജൻ ഏതൊക്കെയാ? നാഫ്തലിൻ അസറ്റിക് ആസിഡ്. നാഫ്തലിൻ, ഇതിനെന്താ പ്രേതം കയറിയ? നാഫ്തലിൻ അസറ്റിക് ആസിഡ്. പിന്നെ ഏതാ? 2,4-D. ഇത് രണ്ടുമാണ് സിന്തറ്റിക്. നാച്ചുറൽ ഏതൊക്കെയാ? ഇൻഡോൾ അസറ്റിക് ആസിഡ്, ഇൻഡോൾ ബ്യൂട്ടേറിക് ആസിഡ്. 2,4-D നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുക? കളനാശിനിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. 2,4-D എന്തായിട്ട് ഉപയോഗിക്കുക? കളനാശിനിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. ഗിബർലിക് ആസിഡിന്റെ പണി എന്താ സാറേ? മാൾട്ടിങ് ബോൾട്ടിങ് എന്ന് കേട്ടാൽ ഗിബർലിക് ആസിഡാ. ഓക്സിന്റെ പണി എന്താ സാറേ? ഓക്സിന്റെ പണി റൂട്ട് ഫോർമേഷൻ. റൂട്ട് ഉണ്ടാക്കുന്നത്, റൂട്ടിംഗ് ഹോർമോൺ ആരാ? ഓക്സിന. സൈറ്റോകൈനിന്റെ പണി എന്താ? ഓവർകം എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസിനെ കുറയ്ക്കും. എഥിലിന്റെ പണി എന്താ? ഫ്ലവറിങ് ഇൻ പൈനാപ്പിളിൽ ഫ്ലവർ ഉണ്ടാക്കുന്നത്. പൈനാപ്പിളിൽ ഫ്ലവർ ഉണ്ടാക്കുന്നത് 2 പേർക്ക് പറ്റും. ഓക്സിനും പറ്റും സാറേ, എഥിലിനും പറ്റും. 2 പേർക്കും പൈനാപ്പിളിൽ ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. അടുത്ത സ്റ്റൊമാറ്റ ക്ലോഷർ. സ്റ്റൊമാറ്റനെ അടയ്ക്കുന്ന ഹോർമോൺ ആരാ? അബ്സിസിക് ആസിഡ്. അതിവിടെ ഇല്ലല്ലോ. അബ്സിസിക് ആസിഡ് അവിടെ ഇല്ലല്ലോ. ഓക്കെ. ഈ ഗ്രോത്ത് കർവ് ഏതാ? എസ് ഷേപ്പ് ആണെങ്കിൽ ആ ഗ്രോത്ത് കർവിന്റെ പേരെന്താ? സിഗ്മോയിഡ് കർവ്. ഇത് എവിടെ കാണുക? ജോമെട്രിക് ഗ്രോത്തിലാണ് ഈ കാണുക. എസ് ഷേപ്പ് ഗ്രാഫിന്റെ പേര് സിഗ്മോയിഡ് കർവ്. ഇത് എവിടെ കാണുക? ജോമെട്രിക് ഗ്രോത്ത് റേറ്റിലാണ് കാണുക. 3 ഫേസുകൾ ഏതൊക്കെയാ സാറേ? ഇതാണ് ലാഗ് ഫേസ്. ഇതിന്റെ പേര് ഈ എക്സ്പോണൻഷ്യൽ ഫേസ്. ഇതിന്റെ പേരെന്താ സാറേ? സ്റ്റേഷനറി ഫേസ്. ലാഗ്, എക്സ്പോണൻഷ്യൽ, സ്റ്റേഷനറി. ഓക്കെ. വേരിയസ് കൈൻഡ് ഓഫ് സ്ട്രെസ്. പ്ലാന്റിന് സ്ട്രെസ് വന്നു, ഒരുപാട് വെള്ളം, ഒരുപാട് ലൈറ്റ്. പ്ലാന്റിൽ വരുന്ന സ്ട്രെസ്സുകളെ മറികടക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആരാ? അത് അബ്സിസിക് ആസിഡാ സാർ. ഫീമെയിൽ ഫ്ലവറിൻ കുക്കുംബർ. വെള്ളരിക്കയിൽ ഫീമെയിൽ ഫ്ലവറിന്റെ എണ്ണം കൂട്ടും. ആരാ ഫീമെയിൽ ഫ്ലവറിന്റെ എണ്ണം കൂട്ടുക? എഥിലിൻ. എഥനോൾ അല്ല കേട്ടോ, എഥിലിൻ. ഷുഗർ കെയിൻ്റെ സ്റ്റെമ്മിന്റെ ലെങ്ത് കൂട്ടും. അതാരാ? ഗിബർലിക് ആസിഡാ. ഫ്രൂട്ടിനെ പഴുപ്പിക്കുന്ന ഹോർമോൺ ആരാ? എഥിലീനാണ് പഴുപ്പിക്കുന്ന ഹോർമോൺ. ബോൾട്ടിങ് മാൾട്ടിങ് എന്ന് കേട്ടാൽ ആരാ? ഗിബർലിക് ആസിഡ്. പ്രൊമോട്ട് അബ്സിഷൻ പറഞ്ഞാൽ എന്താ? പ്ലാന്റിന്റെ ഭാഗങ്ങൾ കൊഴിഞ്ഞു പോവുക. സെനിസൻസ് എന്ന് പറഞ്ഞാൽ വയസ്സാകുക, അബ്സിഷൻ എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോവുക. ഈ കൊഴിക്കുന്ന ഹോർമോൺ ആരാ? കൊഴിക്കുന്ന ഹോർമോൺ ആണ് മക്കളെ ആര്? നമ്മുടെ അബ്സിസിക് ആസിഡ്. പേര് തന്നെ ഉണ്ട്, അബ്സിഷനെ സഹായിക്കുന്നവരാണ് ആര്? അബ്സിസിക് ആസിഡ്. ഓക്കെ. ഇത്ര മനസ്സിലായല്ലോടാ? ഇത്ര നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വേഗം ഞാൻ പറയാണ്, എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ. അടുത്താണ് റെസ്പിറേഷൻ. നോക്കൂ മക്കളെ, ആർക്യൂ ഓഫ് ഫാറ്റിന്റെ ആർക്യൂ എത്ര വരിക? ലെസ് ദാൻ 1. കാർബോഹൈഡ്രേറ്റിന്റെ ആർക്യൂ 1 ആണ്. പ്രോട്ടീൻ്റെ ആർക്യൂ എത്ര? 0.9. ഫാറ്റിൻ്റെ ആർക്യൂ എത്ര വരിക? ലെസ് ദാൻ 1. ഒരു ടൈപ്പ് ഫാറ്റാണ് ആര്? ട്രൈപാൽമിറ്റിൻ എന്താ സാർ? ഒരു ഫാറ്റാണ്. അതിൻ്റെ ആർക്യൂ എത്ര? 0.7.
ഒന്നിനേക്കാൾ കുറവായിരിക്കുമല്ലോ ഫാറ്റുകൾക്ക്. ട്രൈപാൽമിറ്റിൻ 0.7 അവൻ ഒന്നിനേക്കാൾ കുറവാണ്, പ്രശ്നമില്ല. ETSന്റെ ഫിഗർ നോക്കി വെക്കണം. ETS ഇതെന്താ വരിക? ETSന്റെ ഫിഗർ ആട്ടോ മക്കളെ, ഇതെന്താ വരിക? ദിസ് സൈറ്റോക്രോം ബി ആ വരിക. ഇവിടോ സൈറ്റോക്രോം C1, ഇതോ സൈറ്റോക്രോം C ഉണ്ട്. സി നേരെ ആർക്ക് കൊടുത്തു? സൈറ്റോക്രോം എക്ക് കൊടുത്തു, സൈറ്റോക്രോം A3ക്ക് കൊടുത്തു. A3ൻ്റെ കയ്യിൽ നിന്ന് ആരാ വാങ്ങിക്കുക? ഓക്സിജനെ ലാസ്റ്റ് ആയിട്ട് ഓക്സിജനാ. ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ചോദിക്കും മക്കളെ, ഓക്സിജൻ ആണ്. കോംപ്ലക്സ് 1ൻ്റെ ഉള്ളിൽ കൂടെ 4H+ ആണ് കടന്നു പോവുക. കോംപ്ലക്സ് 3ൻ്റെ ഉള്ളിൽ കൂടെ 4H+ കടന്നു പോവുക. കോംപ്ലക്സ് 4ൻ്റെ ഉള്ളിൽ കൂടെയോ 2H+ കടന്നു പോവുക. ഇത് 1 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്, ഇതാണ് മക്കളെ 2. 1 2 3 4 എന്നല്ല, 1 3 4 ഇതാണ് മക്കളെ 2 വരിക. 2 ആക്റ്റീവ് ആകില്ല. NADH2 വരുമ്പോൾ 2 ആക്റ്റീവ് ആകില്ല. FADH2 വരുമ്പോഴേ 2 ആക്റ്റീവ് ആകാം. ഇതാണ് ATP സിന്തേസ്. അതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെ? ഇത് F0 ഭാഗം, ഇത് F1 ഭാഗം. F0 F1. ഐഡന്റിഫൈ പ്രൊഡക്റ്റ്. പൈറുവിക് ആസിഡ് എന്താകും? ഒന്നെങ്കിൽ എന്തായിട്ട് മാറും മക്കളെ? ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. എവിടെ? മസിൽ സെല്ലിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. അല്ലെങ്കിൽ അവരെന്തായിട്ടാണ് മാറുക? എഥനോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ഫെർമെന്റേഷന്റെ ചിത്രമാണ് ഇൻസെർട്ടി കൊടുത്തിട്ടുണ്ട്, നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, പ്രൊഡക്റ്റ് ബി എവിടെയാണ് ഉണ്ടാകുക? പ്രൊഡക്റ്റ് ബി എന്ന് പറയുമ്പോൾ ആരാ? എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും. പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് എവിടെ മാറുക എന്നറിയാമോ? മസിൽ സെൽസിലാണ്. നമ്മുടെ മസിൽ സെല്ല് ജിമ്മിൽ പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം നല്ല വേദന ആയിരിക്കും. കാരണം എന്താ? അവിടെ അനേറോബിക് റെസ്പിറേഷൻ, അവിടെ ഫെർമെന്റേഷൻ നടന്ന് ലാക്റ്റിക് ആസിഡ് ഉണ്ടായി. ആ ലാക്റ്റിക് ആസിഡാണ് മസിലിൽ വേദന ഉണ്ടാക്കുക. അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് ഫെർമെന്റേഷൻ വഴി എന്തായിട്ട് മാറും? എഥനോളും കാർബൺ ഡൈ ഓക്സൈഡ് മാറും. അതെവിടെ വെച്ചാൽ മാറുക? ഈസ്റ്റ് സെല്ലിൽ വെച്ചാൽ മാറുക. ഇതിന്റെ പേരാണ് പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആകുന്നതിന്റെ പേരാണ് ആസിഡ് ഫെർമെന്റേഷൻ. ആസിഡ് ഫെർമെന്റേഷൻ എന്നാ വിളിക്കാം. പൈറുവിക് ആസിഡ് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ആകുന്നതിന്റെ പേരെന്താ? ആൽക്കഹോൾ ഫെർമെന്റേഷൻ. എഥനോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ആണല്ലോ. ആസിഡ് ഫെർമെന്റേഷൻ മസിൽ സെല്ലിൽ നടക്കും. ആൽക്കഹോൾ ഫെർമെന്റേഷൻ ഈസ്റ്റ് സെല്ലിൽ വെച്ച് നടക്കും. ഇതിൽ നിന്ന് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് മക്കളെ. ഇതിൽ നിന്ന് എങ്ങനെയാണ് RQ കാണുക? RQ = എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോയി? 102. എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോയി ബൈ എത്ര ഓക്സിജൻ ഉപയോഗിച്ചു? 145. കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ട് ബൈ ഓക്സിജൻ എമൗണ്ട്. അപ്പോൾ എത്ര വിട്ടുക? 0.7. 0.7 ആണെങ്കിൽ അത് ആരായിരിക്കും ഇവിടെ റെസ്പിറേഷൻ നടന്നിട്ടുണ്ടാകുക? ട്രൈപാൽമിറ്റിൻ ആയിരിക്കും ഇവിടുത്തെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ട്രൈപാൽമിറ്റിനെ റെസ്പിറേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന RQ ആണ് എന്ത്? 0.7. ഓക്കെ, ഇവിടുത്തെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എത്ര? 0.7. റെസ്പിറേറ്ററി RQ എത്ര? 0.7. റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഏതാ മക്കളെ? ട്രൈപാൽമിറ്റിന. വേറെ രണ്ട് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിന്റെ പേര് പറയാൻ. ഏതൊക്കെയാ? ഗ്ലൂക്കോസ് പറയാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രോട്ടീൻ പറയാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഓർഗാനിക് ആസിഡ്. ഇതൊക്കെ എന്താ? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റാ. ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, ഓർഗാനിക് ആസിഡ് ഇതൊക്കെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റാ. എന്തുകൊണ്ട് ആംഫിബോളിക് എന്ന് വിളിക്കുന്നു? കാരണം റെസ്പിറേഷനിലെ ആനബോളിസവും കാറ്റബോളിസവും ഉണ്ട്. എന്തൊക്കെയാ? എയറോബിക് അനേറോബിക്കിന്റെ വ്യത്യാസങ്ങൾ. എയറോബിക് റെസ്പിറേഷന്റെ വ്യത്യാസം എന്താ? എയറോബിക് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. അനേറോബിക്കോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. എയറോബിക്കിൽ ടോട്ടൽ എത്ര ATP ഉണ്ടാകും? 38 ATP ഉണ്ടാകും. ഇവിടെയോ 2 ATP ഉണ്ടാകുള്ളൂ. ഇവിടെ ലെസ് എനർജി ഉണ്ടാകുക. എയറോബിക് നടന്നാൽ 38 ATP ഹൈ എനർജി ഉണ്ടാകും. ഇവിടെ 2 ATP ലോ എനർജിയാണ് ഉണ്ടാകുക. എയറോബിക് എവിടെ നടക്കുക? ഹയർ ഓർഗാനിസം വലിയ പ്ലാന്റ്സിലും ആനിമൽസിലും നടക്കുക. എന്നാൽ അനേറോബിക് എവിടെ നടക്കുക? ലോവർ ഓർഗാനിസം, ഈസ്റ്റ്, അതേപോലെ ബാക്ടീരിയ. ആ ലോവർ ഓർഗാനിസങ്ങളിലാണ് അനേറോബിക് നടക്കുക. ഓക്കെ, എയറോബിക് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഇത് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഇതിൽ 38 ATP ഉണ്ടാവും, ഇവിടെ 2 ATP ഉണ്ടാവും. ഇവിടെ ഹയർ ഓർഗാനിസത്തിൽ നടക്കുക, ഇതോ ലോവർ ഓർഗാനിസത്തിലെ മക്കളെ നടക്കുക. എയറോബിക് നടക്കണമെങ്കിൽ എന്ത് വേണം? സൈറ്റോപ്ലാസവും വേണം മക്കളെ, മൈറ്റോകോൺട്രിയയും വേണം. സൈറ്റോപ്ലാസവും മൈറ്റോകോൺട്രിയയും രണ്ടും വേണം. എന്നാൽ അനേറോബിക് നടക്കാൻ സൈറ്റോപ്ലാസം മാത്രം മതി. സെല്ലിലെ എന്തുമാത്രം മതി? സൈറ്റോപ്ലാസം മാത്രം മതി. എയറോബിക്കും അനേറോബിക്കും നമ്മൾ വ്യത്യാസം പഠിച്ചു വെച്ചേക്കണം മക്കളെ. എന്തുകൊണ്ടാ സാറേ പ്ലാന്റ്സിന് റെസ്പിറേറ്ററി ഓർഗൻ ഇല്ലാത്തത്? ഒന്നാമത്തെ, ലൂസ് അറേഞ്ച്മെന്റ് ഓഫ് പാരങ്കൈമ. അവരുടെ പാരങ്കൈമ എങ്ങനെ അറേഞ്ച് വെച്ചേക്കണത്? പാരങ്കൈമ ലൂസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ലൂസ് അറേഞ്ച്മെന്റ് ഓഫ് പാരങ്കൈമ. അടുത്തെന്താ? നീഡ് ഓഫ്
ഓക്സിജൻ ലെസ്സാ. നമുക്ക് ഒരുപാട് ഓക്സിജൻ അന്തരീക്ഷത്തിന് ആവശ്യമുണ്ട്. എന്നാൽ പ്ലാന്റ്സിന് അത്ര ആവശ്യമില്ല. കാരണം പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. അത് കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഓക്സിജൻ ഉണ്ട്. അപ്പോൾ അവർക്ക് പുറത്തുനിന്ന് വലിച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്ക് റെസ്പിറേറ്ററി ഓർഗൻ വേണ്ട. എന്താ റെസ്പിറേറ്ററി ഓർഗൻ? ലങ്സ്. നമുക്ക് ശ്വസിക്കാൻ ലങ്സ് ഇല്ലേ? അതേപോലെ ലങ്സ് പ്ലാന്റ്സിനില്ല. കാരണം എന്താ? ലങ്സിന് പ്ലാന്റ്സ് ഇല്ല. പ്ലാന്റ്സിന് ലങ്സ് ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? അവർക്ക് പുറത്തുനിന്ന് ഓക്സിജൻ അധികം വലിച്ചെടുക്കണ്ട. കാരണം ഉള്ളിൽ തന്നെ ഫോട്ടോസിന്തസിസ് നടന്ന കുറേ ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ പാരങ്കൈമ ലൂസായിട്ടാണ് വെച്ചേക്കുന്നത്. ലൂസ് അറേഞ്ച്മെന്റ് ഓഫ് പാരങ്കൈമ, നീഡ് ഓഫ് ഓക്സിജൻ ഇസ് വെരി ലെസ്. ഇതാണ് മക്കളെ ക്രെബ്സൈക്കിളിന്റെ ചിത്രമാണ്. ഇവിടെ ആരാ? ഓക്സാലോ അസെറ്റിക് ആസിഡ്. ഇവിടെ ആരാ വരിക? അസെറ്റിൽ കോഎൻസൈം എ. ഈ ചിത്രം നോക്കി വെക്കണം കേട്ടോ. സിട്രിക് ആസിഡ്. ഇവിടെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ഇവിടെ ആരാ ഉണ്ടാകുക? സക്സിനിക് ആസിഡ്. ഇവിടെ മാലിക് ആസിഡ്. ഇവിടെ NaDH2 ഉണ്ടാവും. ഇവിടെ NaDH2, ഇവിടെ NaDH2. ഈ സ്റ്റെപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോകും. സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പോകും. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പോകും. എവിടെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുക? ക്രെബ്സൈക്കിളിന്റെ ചിത്രം തന്നിട്ട് എവിടെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കാൻ ചോദിച്ചാൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആകുമ്പോഴാണ്. ഈ സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആകുമ്പോൾ അവിടെ എന്തുണ്ടാകും? FADH2 ഉണ്ടാകുന്നുണ്ട്. ക്രെബ്സൈക്കിളിലെ ആസിഡിൻ്റെ പേര്, ആ ആസിഡുകളുടെ കാർബണാറ്റങ്ങളുടെ എണ്ണം, ഏത് സ്റ്റേജിലാണ് FADH2 ഉണ്ടാകുക, GTP ഉണ്ടാകുക, NaDH2 ഉണ്ടാകുക, എപ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോവുക, അതൊക്കെ നോക്കി വെച്ചേക്കണം മക്കളെ, അല്ലെങ്കിൽ കിട്ടില്ലടാ. ഇത് ഗ്ലൈക്കോളൈസിസിന്റെ സ്റ്റെപ്പുകളാണ്. ഗ്ലൈക്കോളൈസിസ് എന്താ? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി. പിന്നെന്താ? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി. പിന്നെന്താ? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി. പിന്നോ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആയി. അത് രണ്ടായി മാറി. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ്. DHAPന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. എന്താ DHAP എന്ന് പറഞ്ഞാൽ? ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ്. അതെന്തായി മാറി സാറേ? 1,3 ബിസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി, 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി, 2 ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി, ലാസ്റ്റ് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആയി. അത് നേരെ എന്തായി മാറി സാർ? പൈറുവിക് ആസിഡായി മാറി. നിങ്ങൾക്ക് റെസ്പിറേഷനിൽ ETS ആയിക്കോട്ടെ, ക്രെബ്സൈക്കിൾ ആയിക്കോട്ടെ, ഗ്ലൈക്കോളൈസിസ് ആയിക്കോട്ടെ, ഫെർമെൻറ്റേഷൻ ആയിക്കോട്ടെ, ലിങ്ക് റിയാക്ഷൻ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ സ്റ്റെപ്പുകൾ ഓർത്ത് വെക്കണം. സ്റ്റെപ്പുകൾ മായ്ച്ചിട്ട് അത് ഫില്ല് ചെയ്യാനാണ് ചോദിക്കുക. ഇതെവിടെ വെച്ച നടക്കുക? ഗ്ലൈക്കോളൈസിസ് എവിടെ വെച്ച നടക്കുക? സൈറ്റോപ്ലാസം. ക്രെബ്സൈക്കിൾ എവിടെ വെച്ച നടക്കുക? മൈറ്റോകോൺട്രിയന്റെ മാട്രിക്സിൽ വെച്ച. എവിടെ വെച്ച നടക്കുക? മൈറ്റോകോൺട്രിയന്റെ മാട്രിക്സിൽ. ഇത് ഓരോന്ന് ഫില്ല് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടോ? അത് ഗ്ലൈക്കോളൈസിസിന്റെ ചിത്രമാണ്. ഓരോന്ന് ഫില്ല് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. എവിടെ വെച്ച നടക്കാൻ ചോദിക്കും കേട്ടോ. ഓക്കെ, അടുത്തേതാ മക്കളെ? സെൽ സൈക്കിൾ. ഇത് ഓരോന്ന് എവിടെ വെച്ച നടക്കുക? പറ. ഡയാകൈനസിസിൽ എന്താ നടക്കുക? കയാസ്മേറ്റ് ഇല്ലാതെയായി. അതിന്റെ പേര് ടെർമിനലൈസേഷൻ. ഡിപ്ലോട്ടീൻ, കയാസ്മേറ്റ് ഉണ്ടായി. കയാസ്മേറ്റ് ഉണ്ടാകുന്ന ഡിപ്ലോട്ടീൻ, അതില്ലാണ്ടാകുന്ന ഡയാകൈനസിസ്. സൈഗോട്ടീനില് സൈഗോട്ടിൽ എന്ത് നടക്കും? സിനാപ്സിസ്. ZYSY. സൈഗോട്ടിൽ സിനാപ്സിസ് നടക്കും. പാക്കറ്റിനിൽ എന്താ നടക്കുക? ക്രോസിംഗ് ഓവറാ നടക്കുക. പാക്കറ്റിൽ എന്താ നടക്കുക? ക്രോസിംഗ് ഓവർ. കയാസ്മേറ്റ് ഉണ്ടാകുന്ന ഡിപ്ലോട്ടീൻ, ഇല്ലാതാകുന്ന ഡയാകൈനസിസ്. ക്രോസിംഗ് ഓവർ പാക്കറ്റിൻ, സൈഗോട്ടിനിലെ സിനാപ്സിസ്. What condition in cell division lead to the formation of syncytium? Syncytium എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൽ തന്നെ കുറെ ന്യൂക്ലിയസ് കാണുന്ന അവസ്ഥ. മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷന്റെ പേരാണ് സിൻസീഷൻ സാർ. ഇതിന് കാരണം എന്താ? കാരിയോകൈനസിസ് നടന്ന് തൊട്ട് പിന്നാലെ എന്ത് നടക്കാത്തതാണ്? സൈറ്റോകൈനസിസ് നടക്കാത്തതാണ് കാരണം. ഇതിന് കാരണം എന്താ ചോദിച്ചാൽ എഴുതണം. കാരിയോകൈനസിസ് ഈസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ്. കാരിയോകൈനസിസിനെ ഫോളോ ചെയ്ത് സൈറ്റോകൈനസിസ് നടക്കുന്നില്ല, അതാണ് കാരണം. ഇങ്ങനെ സിൻസീഷൻ കാണുന്ന സെല്ലുകൾക്ക് എക്സാമ്പിൾ ഉണ്ടാവും, അറിയാമോ? ലിക്വിഡ് എൻഡോസ്പോം. ഇങ്ങനെ സിൻസീഷൻ കാണുന്ന സെല്ലുകൾക്ക് എക്സാമ്പിൾ എന്താ? ലിക്വിഡ് എൻഡോസ്പോം. പറഞ്ഞാൽ തേങ്ങാവെള്ളം. അതേപോലെ പാരമീസിയം. ഇതൊക്കെ സിൻസീഷൻ കാണുന്ന സെല്ലുകളാണ്. കാരിയോകൈനസിസിന് ശേഷം സൈറ്റോകൈനസിസ് നടക്കാത്തതാണ് മക്കളെ കാരണം. ഈ ചിത്രം ഒന്ന് നോക്കി വെക്കണം മക്കളെ. ഇത് പ്രോഫൈസ് ആണ്. ഇതെന്താ? എയർലി പ്രോഫൈസ്. പ്രോഫൈസിന്റെ കുറച്ച് നേരത്തെ ഉള്ള സ്റ്റേജാ. ഇത് പ്രോഫൈസിന്റെ അവസാനത്തെ സ്റ്റേജ്. എന്താ? ലേറ്റ് പ്രോഫൈസ്. 2 പ്രോഫൈസ് ആണ്. എർലി പ്രോഫൈസ്, ലേറ്റ് പ്രോഫൈസ്. ഇവിടെ എന്താ പറ്റുക? ഇവിടെ ക്രോമാറ്റിൻ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ന്യൂക്ലിയർ മെമ്മറി ഡിസപ്പിയർ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ക്രോമാറ്റിൻ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ന്യൂക്ലിയർ മെമ്മറി ഡിസപ്പിയർ ആകാൻ തുടങ്ങും. അടുത്ത ഇത് ടീലോഫേസിന്റെ മക്കളെ. ടീലോഫേസ് ചിത്രമാ, നോക്കി വെക്കണം. അതിന്റെ 2 പ്രോപ്പർട്ടി പഠിച്ചു വെക്കണം. ക്രോമാറ്റിൻ റിച്ച് പോൾ, ഡീകണ്ടൻസേഷൻ നടക്കും. ന്യൂക്ലിയർ മെമ്മറി, എൻഡോപ്ലാസ്മിക് ഗോൾജി അപ്പാർട്ടസ് ന്യൂക്ലിയോളസ് റീഅപ്പിയർ ആകും. നോക്കി വെക്കണം കേട്ടോ. എങ്ങനെയാ സാർ
ആനിമൽ സെല്ലിൽ സൈറ്റോകൈനസിസ് നടക്കുക. അതെങ്ങനെ? രണ്ടറ്റത്തുനിന്ന് സെൽ മെമ്പറൈൻ കുഴിയാൻ തുടങ്ങും. രണ്ടറ്റത്തുനിന്ന് എന്ത് ചെയ്യും? സെൽ മെമ്പറൈൻ കുഴിയാൻ തുടങ്ങും. രണ്ടറ്റത്തുനിന്ന് സെൽ മെമ്പറൈൻ കുഴിയാൻ തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? ആ കുഴി സെൻട്രൽ വെച്ച് മീറ്റ് ചെയ്യും. മീറ്റ് ചെയ്യുമ്പോഴോ അത് രണ്ട് സെപ്പറേറ്റ് സെല്ലായിട്ട് മാറി. ഇതാണ് മീറ്റ് ചെയ്തത്. അപ്പൊ എന്താ? എങ്ങനെ കുഴിയാൻ തുടങ്ങും? ഈ കുഴികളുടെ പേരാണ് ഫറോ. ഫറോ എന്ന് പറഞ്ഞാൽ കുഴിയുന്നു. ഏതാ കുഴിയാ? സെൽ മെമ്പറൈൻ. സെൽ വോൾ ഇല്ലല്ലോ ആനിമൽ സെൽസിന്. ആനിമൽ പ്ലാന്റ് സെല്ലിൽ എങ്ങനെ നടക്കുക? സെൽ പ്ലേറ്റ് ഉണ്ടായിട്ടാ. ആനിമൽ സെല്ലിലോ സെൽ മെമ്പറിൽ കുഴികൾ ഉണ്ടാകും. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഫറോ ഉണ്ടാകും. ഈ ഫറോ ഉള്ളിലേക്ക് വളരും, നടുക്ക് വെച്ച് മീറ്റ് ചെയ്യും, രണ്ട് സെപ്പറേറ്റ് സെല്ലായിട്ട് മാറും. അടുത്ത ഇത് ഏത് സ്റ്റേജാ സാറേ? ഇത് ഏത് സ്റ്റേജാ സാറേ? ഈ സ്റ്റേജ് ക്രോമസോം സെൻട്രലാ കാണുക. ക്രോമസോം സെൻട്രൽ ആണെങ്കിൽ ഇത് ഏത് ഫേസാ? മെറ്റാഫേസാ. ഈ അറേഞ്ച്മെന്റ് പേര് മെറ്റാഫേസ് പ്ലേറ്റ് ആണ്, നോക്കി വെക്കണം. ഇതേതാ? ക്രോമസോം പൊട്ടി രണ്ടറ്റത്തേക്ക് പോകുന്നു. പൊട്ടിയിട്ട് രണ്ടറ്റത്തേക്ക് പോകുന്നെങ്കിൽ അതിന്റെ പേര് അനാഫേസ്. ഇത് ഓരോ ചിത്രം ഞാൻ തരുന്നുണ്ടെങ്കിൽ വേഗം വേഗം പറഞ്ഞു പോവാ. ആ ഫേസിലുള്ള പ്രത്യേകതകളും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അടുത്ത് നോക്ക് മക്കളെ. ഇത് ഏത് ഫേസ് ആണ് സാറേ? ഇത് ഏത് ഫേസാ? ഇത് G1 ഫേസ്, ഇത് G0 ഫേസ്, ഇത് S ഫേസ്, ഇത് G2 ഫേസ്, ഇത് പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. എന്താ? സൈറ്റോകൈനസിസ്. അപ്പൊ രണ്ട് സെല്ലായി. ഓക്കെ, എയും ബിയിലും എന്താ നടക്കുക? എന്ന് പറഞ്ഞാൽ എസ് ഫേസാ. എസ് ഫേസിൽ എന്ത് നടക്കുക? DNA-കൾ രണ്ടാകുക. DNA രണ്ടാകുന്നതിന്റെ പേരെന്താ? DNA റെപ്ലിക്കേഷൻ. ഒരു DNA രണ്ടായിട്ട് മാറും, അതിന്റെ പേര് DNA റെപ്ലിക്കേഷൻ. G2 ഫേസിൽ എന്താ പറ്റുമെന്നറിയോ? RNA-കളും പ്രോട്ടീനുകളും ഉണ്ടാകും. RNA ആൻഡ് പ്രോട്ടീൻ സിന്തസിസ്. RNA-കളും പ്രോട്ടീനുകളും ഉണ്ടാകും. അതാണ് ഇവിടെ നടക്കുക, G2 ഫേസിൽ നടക്കുക മക്കളെ. G2 ഫേസിൽ എന്താണ് മിയോസിസിന്റെ സിഗ്നിഫിക്കൻസ്? മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് അറിയാലോ. അടുത്ത മിയോസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? പ്രൊഡക്ഷൻ ഓഫ് ഗെമേറ്റ്. ഒരു ജീവി ബീജം ഉണ്ടാക്കണം. ഗെമേറ്റ് പറഞ്ഞാൽ ബീജം. ബോയ് ആകുമ്പം മെയിൽ ഗെമേറ്റ്, ഗേൾ ആണെങ്കിൽ ഫീമെയിൽ ഗെമേറ്റ്. ബീജം ഉണ്ടാകാൻ കാരണം എന്താ? മിയോസിസ്. മിയോസിസ് ഉള്ളതുകൊണ്ടാ നമ്മുടെ ബോഡിയിൽ ബീജം ഉണ്ടാകുക. പ്രൊഡക്ഷൻ ഓഫ് ഗെമേറ്റ്. അടുത്തെന്താ? പ്രൊഡ്യൂസ് വേരിയേഷൻ. വ്യത്യാസങ്ങൾ ഉണ്ടാക്കും, വേരിയേഷൻ ഉണ്ടാക്കും. ഞാൻ എൻ്റെ അച്ഛനെ പോലാണോ കറക്റ്റ് കാണാൻ? അല്ല. എൻ്റെ അമ്മേനെ പോലാണോ കറക്റ്റ് കാണാൻ? അല്ല. എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ വ്യത്യാസം വരാൻ കാരണം എന്താ? മിയോസിസ് നടന്നുകൊണ്ടാ. ഞാൻ എൻ്റെ അച്ഛനിൽ നിന്ന് വ്യത്യാസം വരാൻ കാരണം എന്താ? മിയോസിസ് നടന്നുകൊണ്ടാ. മിയോസിസുകൾ വ്യത്യാസം ഉണ്ടാക്കും, വേരിയേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ ജനറേഷൻ ചെല്ലുന്തോറും കുട്ടികൾക്ക് പേരൻസിന്റെ അതേ സ്വഭാവമല്ല. ഓരോ ജനറേഷനിലും കുട്ടികൾക്ക് പ്രത്യേകതകൾ വരുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. ആ വ്യത്യാസത്തിന്റെ പേരാണ് വേരിയേഷൻ. ഗെമേറ്റുകൾ ഉണ്ടാക്കുന്നു, വേരിയേഷൻ ഉണ്ടാക്കുന്നു. മൈറ്റോസിസിനെ ഇക്വേഷൻ ഡിവിഷൻ എന്ന് വിളിക്കാൻ കാരണം എന്താ? മൈറ്റോസിസ് നടന്നാൽ ഈ പേരന്റ് സെല്ല് 46 ആണെങ്കിൽ ഈ ഉണ്ടാകുന്ന രണ്ട് ഡോക്ടർ സെല്ലിനും എത്ര തന്നെ? 46 ക്രോമസോം നമ്പർ. പേരന്റ് സെല്ലിന്റെ ഡോക്ടർ സെല്ലിന്റെ ക്രോമസോം നമ്പർ മാറുന്നില്ല. അതുകൊണ്ടാണ് ഇക്വേഷൻ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ മിയോസിസ് നടന്നാലോ? 46 ക്രോമസോം നമ്പറുള്ള സെല്ലിൽ മിയോസിസ് നടന്നാൽ 4 സെല്ലായിട്ട് മാറും. മൈറ്റോസിസ് 2 സെല്ലേ ഉണ്ടാകും, മിയോസിസ് 4 സെല്ലാകും. ആ ഓരോ സെല്ലിനും പകുതി ക്രോമസോം നമ്പരെ കാണുള്ളൂ. 23 പകുതി ക്രോമസോം നമ്പരെ കാണുള്ളൂ. പകുതി ക്രോമസോം നമ്പർ ഉള്ളതുകൊണ്ട് മക്കളെ നമ്മൾ എന്ത് വിളിക്കുക? റിഡക്ഷൻ ഡിവിഷൻ. പകുതിയായി, കുറഞ്ഞു. ഇവിടെ 46 ആണെങ്കിൽ ഇവിടെ 46. ഇവിടെ 46 ആണെങ്കിൽ അതിന്റെ പകുതിയേ വരുന്നുള്ളൂ. കുറഞ്ഞു പോയി. 46 നിന്ന് കുറഞ്ഞു പോയി, 23 റെഡ്യൂസ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഡിവിഷൻ. മിയോസിസ് സെക്ച്വൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഓർഗാനിസങ്ങളിൽ ഹൈലി സിഗ്നിഫിക്കന്റ് ആണ്, ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. സെക്ച്വൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഓർഗാനിസങ്ങളിൽ മിയോസിസ് നിർബന്ധമാണ്. കാരണം എന്താ? ടു മെയിൻറ്റെയിൻ ഡിപ്ലോയിഡ് കണ്ടീഷൻ ഇൻ സൈഗോട്ട്. എന്താ സെക്ച്വൽ റീപ്രൊഡക്ഷൻ സാർ? മെയിൽ ഗെമേറ്റും ഫീമെയിൽ ഗെമറ്റും കൂടിച്ചേർന്ന് എന്തുണ്ടാകുക? സൈഗോട്ട് ഉണ്ടാകുക. ഈ സൈഗോട്ട് എന്താകും? പുതിയ ഒരു ജീവിയായിട്ട് വളരും. ഈ സൈഗോട്ടിൽ ഡിപ്ലോയിഡ് പറഞ്ഞാൽ 2n. സൈഗോട്ട് ഡിപ്ലോയിഡ് കണ്ടീഷൻ വരണമെങ്കിൽ ഈ സെക്ച്വൽ റീപ്രൊഡക്ഷനിൽ ഈ ഗെമേറ്റ് ഉണ്ടാകുന്ന സമയത്ത് മിയോസിസ് നടന്നേ പറ്റുള്ളൂ. മിയോസിസ് വഴി ഗെമേറ്റ് ഉണ്ടാകും. ആ ഗെമേറ്റ് കൂടിച്ചേർന്ന് ഡിപ്ലോയിഡ് എന്തുണ്ടാകും? സൈഗോട്ട് ഉണ്ടാകും. ടു മെയിൻറ്റെയിൻ ഡിപ്ലോയിഡ് കണ്ടീഷൻ ഇൻ സൈഗോട്ട്. സൈഗോട്ടിൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ വരണമെങ്കിൽ മിയോസിസ് നടന്നേ പറ്റുള്ളൂ. ഓക്കെ, മിയോസിസ് നടന്നു. ഇപ്പൊ ഒരു ആൺകുട്ടിയാന്നിരിക്കട്ടെ. ആൺകുട്ടീന്റെ ബോഡിയിൽ എന്ത് നടന്നു? മിയോസിസ് നടന്നിട്ട് എന്തുണ്ടായി? മെയിൽ ഗെമേറ്റ് ഉണ്ടായി. അത് ഹാപ്ലോയിഡ് ആയിരിക്കും കേട്ടോ. ഇതൊരു പെൺകുട്ടിയാന്നിരിക്കട്ടെ.
പെൺകുട്ടിയാ. പെൺകുട്ടീൻ്റെ ബോഡിയിൽ മിയോസിസ് നടന്നിട്ട് എന്തുണ്ടായി? ഫീമെയിൽ ഗെമേറ്റ് ഉണ്ടായി. അതും ഹാപ്ലോയിഡാ. മെയിൽ ഗെമേറ്റ് ഫീമെയിൽ ഗെമേറ്റും ഹാപ്ലോയിഡാ. അവർ മിയോസിസ് വഴി ഉണ്ടായത്. ഇവർ കൂടി ചേർന്നിട്ട് എന്തുണ്ടായി? സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ട് എന്തായി? 2n ആകും. ഇവൻ n ഇവൻ n. ഇവർ കൂടി ചേർന്നാലോ 2n ഉണ്ടാകാം. ഇവരിൽ 2n വരാൻ കാരണം എന്താ? ഇവനും ഇവനും n ആയതുകൊണ്ടാ. ഇവർ n ആകാൻ കാരണം എന്താ? മിയോസിസ് ഉള്ളത് കൊണ്ടാ. മിയോസിസ് ഉള്ളത് കൊണ്ടാണ് ഗെമേറ്റിലെ ഹാപ്ലോയിഡ് കണ്ടീഷൻ വരുന്നത്. ആ ഗെമേറ്റ് കൂടി ചേരുമ്പോൾ സൈഗോട്ടിൽ എന്തായി? ഡിപ്ലോയിഡ് കണ്ടീഷനായി. അപ്പൊ എന്താണ് മിയോസിസിന്റെ പരിപാടി? സെക്സ്വൽ റീപ്രൊഡക്ഷനിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗെമേറ്റിനെ ഉണ്ടാക്കുക, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിനെ ഉണ്ടാക്കുക. ഹാപ്ലോയിഡ് ഗെമേറ്റിനെ ഉണ്ടാക്കുക, ഡിപ്ലോയിഡ് സൈഗോട്ടിനെ ഉണ്ടാക്കുക. സെൽ യൂണിറ്റ് ഓഫ് ലൈഫ് നോക്കാം മക്കളെ. ഇതാണ് ക്രോമസോമിന്റെ ചിത്രമാണ് കേട്ടോ. ഈ കാണിച്ചിരിക്കുന്ന ഏതാ? കൈനറ്റോകോർ ആണ്. ഈ ചിത്രം നോക്കി വെച്ചേക്കണം, കൈനറ്റോകോറിന്റെ ചിത്രമാണ്. ലൂക്കോപ്ലാസ്റ്റിനെ നമുക്ക് എത്രയായി തിരിക്കാം? സോറി, ലൂക്കോപ്ലാസ്റ്റ് അല്ല, പ്ലാസിഡിനെ 3ആയി തിരിക്കാം. ഏതൊക്കെയാ? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് സാറേ. പിന്നെ ഏതാ? ക്രോമോപ്ലാസ്റ്റ് ഉണ്ട് മക്കളെ. ലാസ്റ്റ് ആരുണ്ട്? ലൂക്കോപ്ലാസ്റ്റ് ഉണ്ട്. ആരുണ്ട്? ലൂക്കോപ്ലാസ്റ്റ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റിന് ഗ്രീൻ കളറാ, ക്രോമോപ്ലാസ്റ്റിന് റെഡ്, യെല്ലോ, ഓറഞ്ച്, പല കളർ ഉണ്ട്. എന്നാൽ ഒരു കളറും ഇല്ലാത്തവൻ ആരാ? ലൂക്കോപ്ലാസ്റ്റാ. പ്ലാസിഡുകളിൽ കളർ ഇല്ലാത്തവൻ ആരാ? ലൂക്കോപ്ലാസ്റ്റാ മക്കളെ. പ്ലാസിഡ് കളറില്ലാത്ത ലൂക്കോപ്ലാസ്റ്റാ. അതിന് 3ആയി തിരിക്കാം. അല്യൂറോ, അമൈലോ, അടുത്ത എന്താ? എലയോപ്ലാസ്. അതിനെ 3ആയി തിരിക്കാം. അല്യൂറോ, എലയോപ്ലാസ്. ഈ 3ആയി തിരിക്കുന്ന ആരെയാ? ലൂക്കോപ്ലാസ്റ്റിനെ. ലൂക്കോപ്ലാസ്റ്റിന്റെ 3 ടൈപ്പാ ഇത്. അല്യൂറോ, അമൈലോ, എലയോപ്ലാസ്. അല്യൂറോപ്ലാസ് എന്താ സ്റ്റോർ ചെയ്യുക? പ്രോട്ടീനാ സ്റ്റോർ ചെയ്യുക. അമൈലോപ്ലാസ് എന്താ സ്റ്റോർ ചെയ്യുക? അമൈലോപ്ലാസ് എന്താ സ്റ്റോർ ചെയ്യുക? കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുക. എലയോപ്ലാസ് എന്താ സ്റ്റോർ ചെയ്യുക? ഓയിൽ ആൻഡ് ഫാറ്റ്. എലയോപ്ലാസ് എന്താ സ്റ്റോർ ചെയ്യുക? ഓയിൽ ആൻഡ് ഫാറ്റ് ആണ് സ്റ്റോർ ചെയ്യുക. അല്യൂറോ പ്രോട്ടീൻ സ്റ്റോർ ചെയ്യും, അമൈലോ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യും, എലയോപ്ലാസ്റ്റ് ഓയിലും ഫാറ്റും സ്റ്റോർ ചെയ്യും. നോക്കി വെക്കണം കേട്ടോ. ഇത് 3ഉം ലൂക്കോപ്ലാസ്റ്റിന്റെ ടൈപ്പാ. ലൂക്കോപ്ലാസ്റ്റോ പ്ലാസിഡിന്റെ ടൈപ്പാ. ഓക്കെ, ഇത് ഏതാ മക്കളെ? ക്രോമസോമുകളാ കേട്ടോ. നെയിം ദ ടൈപ്പ് ഓഫ് ക്രോമസോം ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ. ഏതൊക്കെയാ? മെറ്റാ, സബ്മെറ്റാ, അക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. പഠിച്ചു വെക്കണം. ഇതാണ് സെൻട്രോമിയർ. ഇതെന്താ? സെക്കൻഡറി കൺസ്ട്രക്ഷൻ. ഇതെന്താ? സാറ്റലൈറ്റ് DNA. ഈ ചിത്രം അടയാളപ്പെടുത്താൻ ചോദിക്കും കേട്ടോ, നോക്കി വെക്കണം. ഇതാണ് സീലിയന്റെ ഫ്ലജിലിന്റെ മുറിച്ച ചിത്രമാണ്. ഇത് ചോദ്യം വരും. സീലിയന്റെ ഫ്ലജിലിന്റെ മുറിച്ച ചിത്രം ഇൻസൈഡ് ഇന്റേണൽ സ്ട്രക്ചറാ. ഇതാണ് മക്കളെ ഡബിലറ്റ്. 2 മൈക്രോട്യൂബിൾ, ഡബിലറ്റ് മൈക്രോട്യൂബിൾ ഉണ്ട്. 9 മൈക്രോട്യൂബിൾ ഡബിലറ്റ് ആയിട്ട് സൈഡിൽ 2 നടുക്ക് കാണും. ഈ അറേഞ്ച്മെന്റ് പേരെന്താ? 9+2 അറേഞ്ച്മെന്റ്. 9 മൈക്രോട്യൂബിൾ ഡബിലറ്റ് ആയിട്ട് സൈഡിൽ 2 സെന്ററിൽ. ഓക്കെ അല്ലേ? ഇതാണ് അവരുടെ സെൻട്രൽ ഷീത്ത്. ഓരോ ഡബിലറ്റിനും സെൻട്രലിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷന്റെ പേരാണ് റേഡിയൽ സ്പോക്സ്. എത്ര റേഡിയൽ സ്പോക്ക് ഉണ്ട്? 9 റേഡിയൽ സ്പോക്ക് ഉണ്ട്. ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയാമോ? എത്ര റേഡിയൽ സ്പോക്ക് ഉണ്ട്? 9. ഇവിടുത്തെ മൈക്രോട്യൂബിളിന്റെ അറേഞ്ച്മെന്റ് എന്താ? 9 മൈക്രോട്യൂബിൾ സൈഡിൽ 2 സെൻട്രൽ. അപ്പൊ അറേഞ്ച്മെന്റ് എന്താ? 9+2 അറേഞ്ച്മെന്റ്. എന്നാൽ 9+0 അറേഞ്ച്മെന്റ് ആണ് ഇവിടെ സെൻട്രിയോളില്. സീലി ആയിക്കോട്ടെ, ഫ്ലജല്ലി ആയിക്കോട്ടെ, 9+2 ആ. സെൻട്രിയോളിലോ 9+0 ലൈസോസോമിന്റെ പണി എന്താ മക്കളെ? ലൈസോസോമിന്റെ പണിയാണ് ഹൈഡ്രോലൈറ്റിക് എൻസൈമുകളെ സൂക്ഷിക്കുക. ഗോൾജി അപ്പാർട്ടസിന്റെ പണി എന്താ? പാക്കിംഗ് എന്ന് കേട്ടാൽ ഗോൾജി അപ്പാർട്ടസിന്റെ പണിയാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പണി എന്താ മക്കളെ? ലിപ്പിഡ് ഉണ്ടാക്കുക. സ്മൂത്ത് ആണെങ്കിൽ ലിപ്പിഡ് ഉണ്ടാക്കിക്കോളും, റഫ് ആണെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാക്കിക്കോളും. SCR RER ഡിഫറൻസ് ഓർത്ത് വെക്കണം. വാക്യൂളിന്റെ പണി എന്താ? സ്റ്റോർ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്. സെല്ലിലെ വേസ്റ്റിനെ സൂക്ഷിക്കുക. സെല്ലിലെ വേസ്റ്റ് സൂക്ഷിക്കുന്നവരാണ് ആര്? വാക്യൂളുകൾ. സെവറൽ പറഞ്ഞാൽ ഒരുപാട് റൈബോസോമുകൾ ഒരു mRNA കെട്ടിപ്പിടിച്ച് നിൽക്കാറുണ്ട്. ഇതാണ് മക്കളെ ഒരു mRNA. ഈ mRNAയിലേക്ക് ഒരുപാട് റൈബോസോമുകൾ ഇങ്ങനെ അറ്റാച്ച് ആയി നിൽക്കാറുണ്ട്. ഈ അറ്റാച്ച് ആയി നിൽക്കുന്ന ചെയിനിന്റെ പേരെന്താ? ഈ ചെയിനിന്റെ പേരാണ് പോളിറൈബോസോംസ്, അല്ലെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? പോളിസോംസ് എന്നാ വിളിക്കുക. പോളിറൈബോസോം അല്ലെങ്കിൽ പോളിസോം എന്താ? ഒരൊറ്റ mRNAയിലേക്ക് ഒരുപാട് റൈബോസോം അറ്റാച്ച് ആകുന്നു. ഒരൊറ്റ mRNAയിലേക്ക് ഒരുപാട് റൈബോസോം അറ്റാച്ച് ആകുന്നതിന് വിളിക്കുന്ന പേരെന്താ? പോളിറൈബോസോം അല്ലെങ്കിൽ പോളിസോംസ് എന്നാ വിളിക്കുക. പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും കാണുന്ന ഒരേ ഒരു സെൽ ഓർഗനൽ ആരാ? അത് നമ്മുടെ റൈബോസോം ആണ്. റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി അപ്പാർട്ടസ് ഒക്കെ എൻഡോ മെമ്മറി സിസ്റ്റത്തിന്റെ ഭാഗമാണ്. കാരണം എന്താ? ദേ ഹാവ് കോർഡിനേറ്റഡ് ഫംഗ്ഷൻ. അവരുടെ ഫംഗ്ഷനുകൾ കണക്റ്റഡ് ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷനും ഗോൾജി അപ്പാർട്ടസിന്റെ ഫംഗ്ഷനും കണക്റ്റഡ് ആണ്. അവന്റെയും ലൈസോസോമിന്റെയും കണക്റ്റഡ് ആണ്. അവന്റെയും വാക്യൂളിന്റെയും കണക്റ്റഡ് ആണ്. ഈ 4 സെൽ ഓർഗൻസിന്റെ ഫംഗ്ഷനുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്.
ഇവന്റെ ഫംഗ്ഷനും ഇവന്റെ ഫംഗ്ഷൻ തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇവന്റെ ഫംഗ്ഷനും ഇവന്റെ ഫംഗ്ഷൻ തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇവന്റെയും ഇവന്റെ ഒക്കെ ഫംഗ്ഷനുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഫംഗ്ഷനുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? കോർഡിനേറ്റഡ് ഫംഗ്ഷൻ എന്നാ വിളിക്കുക. ഈ കോർഡിനേറ്റഡ് ഫംഗ്ഷൻ ഉള്ളത് കൊണ്ടാ, ഫംഗ്ഷനുകൾ തമ്മിൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് ഈ 4 പേരെ കൂടെ ചേർത്തിട്ട് ഒരു ഗ്രൂപ്പ് ആക്കി. അതിന്റെ പേരാ എൻഡോ മെമ്പറൈൻ സിസ്റ്റം. അപ്പൊ എൻഡോ മെമ്പറൈൻ സിസ്റ്റത്തിലെ ബാക്കി 2 പേര് ആരൊക്കെയാ? ലൈസോസോം, അതേപോലെ ആരാ സാറേ? വാക്യൂൾ. ലൈസോസോം ആൻഡ് വാക്യൂൾ. എൻഡോപ്ലാസ്റ്റ് മറ്റൊരു 2 ടൈപ്പ് ഉണ്ട്. ആരൊക്കെയാ? RER, അതേപോലെ ആരാ? SCR. ഡിഫറൻസ് അറിയാലോ? റൈബോസോം ഉണ്ട്, ഇല്ല. പ്രോട്ടീൻ ഉണ്ടാക്കും, ഇവിടെ ലിപ്പിഡ് ഉണ്ടാക്കും. ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം മക്കളെ. ഇത് ഏത് സെൽ ഓർഗനല്ല? കണ്ടോ ഇവിടെ സിസ്റ്ററിനെ എഴുതിയിട്ടുണ്ട്. ക്രിസ്റ്റേ എന്നാണ് കാണുന്നതെങ്കിൽ അതെവിടെ? മൈറ്റോകോൺട്രിയ ആയിരിക്കും. സിസ്റ്ററിനെ എന്ന് കണ്ടാൽ അത് ഏത് സെൽ ഓർഗനല്ല? ഗോൾജി അപ്പാരറ്റസ. ക്രിസ്റ്റേ എന്ന് കണ്ടാൽ മൈറ്റോകോൺട്രിയ, സിസ്റ്ററിനെ എന്ന് കണ്ടാൽ ഗോൾജി അപ്പാരറ്റസ. ഇത് ഏത് സെൽ ഓർഗനല്ല സാർ? ഗോൾജി അപ്പാരറ്റസ് ആണ്. ഇതിന് 2 ഫംഗ്ഷൻ എന്താ? ഒന്ന് പാക്കിംഗ് നടത്തുക, 2 എന്താ? ഗ്ലൈക്കോ പ്രോട്ടീൻ ഉണ്ടാക്കുക. ഗ്ലൈക്കോ പ്രോട്ടീനുകള് അതേപോലെ ഗ്ലൈക്കോ ലിപ്പിഡ് ഒക്കെ ഉണ്ടാക്കുക. ഗ്ലൈക്കോ പ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോ ലിപ്പിഡ് സിന്തസിസ്. പാക്കിംഗ് ഓഫ് മെറ്റീരിയൽ, ഗ്ലൈക്കോ പ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോ ലിപ്പിഡ് സിന്തസിസ്. മെറ്റാ അക്രോറ്റീലോ അറിയാലോ? പൊസിഷൻ ഓഫ് സെൻട്രോമിയർ വെച്ച് സെൽ തിയറി കണ്ടുപിടിച്ച സയന്റിസ്റ്റുകൾ ഏതൊക്കെ? ഫോർമുലേറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചത് ആരാ? സ്ലീഡൻ ആൻഡ് ഷ്വാൻ. ആരും കൂടെ മക്കളെ പറ? സ്ലീഡനും ഷ്വാനും കൂടെ. അതിലെ 2 പോയിന്റുകൾ ഏതൊക്കെയാ? ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആരെ വെച്ച? സെല്ല് വെച്ച. അടുത്തെന്താ? ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം. ന്യൂ സെൽ എവിടെ നിന്നുണ്ടായി വരിക? പ്രീ എക്സിസ്റ്റിംഗ് സെൽ, പണ്ടത്തെ സെല്ലിൽ നിന്ന്. ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. അടുത്തെന്താ സാറേ? പുതിയ സെല്ല് പഴയ സെല്ലിൽ നിന്ന് ഉണ്ടാകുക. ഈ പഴയ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്ന് വിളിക്കുക. ഈ പോയിന്റിനെ ലാറ്റിനിൽ വിളിക്കുന്ന പേരെന്താ? ഒമ്നിസെല്ലുല. ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അടുത്തെന്താ? ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. പറ. പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആരാ സാർ? റൈബോസോമ. ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്പ്ഡ് സിസ്റ്ററിനെ എവിടെ കാണുക? ഗോൾജി അപ്പാരറ്റസില. ഹൈഡ്രോലക്റ്റിക് എൻസൈം എവിടെ കാണുക? ലൈസോസോമില. മെമ്പറൈൻ ആബ്സെന്റ്. മെമ്പറൈൻ ഇല്ലാത്ത ആർക്കാ മക്കളെ? റൈബോസോമിന. മെമ്പറൈൻ ഇല്ലാത്ത ആർക്കാ? റൈബോസോമിന. കുറെ പ്രോപ്പർട്ടീസും അത് ഏതിലാന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 9+2 അറേഞ്ച്മെന്റ് എവിടെ കാണുക? സീലിയ ആൻഡ് ഫ്ലജെല്ല. സീലിയലും ഫ്ലജെല്ലയും എന്ത് അറേഞ്ച്മെന്റാ? 9+2. 9+0 എവിടെ കാണുക? 9+0 സെൻട്രിയോളിലാ കാണുക. സെൻട്രിയോളിന്റെ സെൻട്രൽ പോർഷനിൽ ഒന്നുമില്ല, അതുകൊണ്ടാണ് 9+0 ആയത്. 9 സൈഡിലുണ്ട്, സെൻട്രൽ ഒന്നുമില്ല, അതുകൊണ്ടാണ് 9+0 ആയത്. 0 മീൻസ് സെൻട്രൽ ഒന്നുമില്ല. ഈ സെൻട്രലിൽ ഒരു പ്രോട്ടീൻ റിച്ച് റീജിയണാ. സെൻട്രിയോളിന്റെ സെൻട്രലിൽ പ്രോട്ടീൻ റിച്ച് റീജിയണാ. ഈ സെൻട്രലിലുള്ള ഈ പ്രോട്ടീൻ അടങ്ങിയ റീജിയന്റെ പേരാണ് ഹബ്ബ് എന്നാ വിളിക്കുക. സെൻട്രലിലെ പ്രോട്ടീൻ അടങ്ങിയ റീജിയന്റെ പേരെന്താ? ഹബ്ബ് എന്നാ വിളിക്കുക. നിങ്ങൾ സെൻട്രിയോൾ എടുത്താൽ അതിന്റെ സെൻട്രൽ റീജിയനിലെ പ്രോട്ടീനുകളാണ് മക്കളെ. ഈ പ്രോട്ടീൻ ഉള്ള ഈ സെൻട്രൽ റീജിയന്റെ പേരെന്താ? ഹബ്ബ് എന്നാ നമ്മൾ വിളിക്കുക. ഹബ്ബല്ല ഹബ്ബ്. ഓക്കെ, അനാട്ടമിയിൽ നോക്കണം മക്കളെ. ഓൾ ടിഷ്യൂ ഇന്നർ സൈഡ് ഓഫ് എൻഡോഡെർമിസ്. എൻഡോഡെർമിസിന് ഉള്ളിലുള്ള എല്ലാ ടിഷ്യൂവിനെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരെന്താ? സ്റ്റീല് എന്നാ വിളിക്കുക. ഇതെന്താ സാർ? സൈലോം ഫ്ലോം ഡിഫറെന്റ് റേഡിയസിലാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്നാ വിളിക്കുക. സൈലോം ഫ്ലോം ഡിഫറെന്റ് റേഡിയസ് ആണെങ്കിൽ റേഡിയൽ വാസ്കുലാർ ബണ്ടിലാണ്. Name the special cells help in rolling and unrolling of grass. ഗ്രാസ് എന്ന് പറഞ്ഞാൽ മോണോക്കോട്ട് ലീഫ്. മോണോക്കോട്ട് ലീഫുകളെ റോൾ ചെയ്യുന്ന എന്തിനാ? വാട്ടർ ലോസ് കുറയ്ക്കാൻ. അൺറോൾ ആക്കുന്ന സെല്ലുകളുടെ പേരെന്താ? റോള് ചെയ്യുന്ന അൺറോൾ ആക്കുന്ന സെല്ലുകളുടെ പേരെന്താ? ബുള്ളിഫോം സെൽസ്. ഇത് എന്തിനാ സഹായിക്കുക? റോള് ചെയ്യാൻ, അല്ലെങ്കിൽ കേള് ചെയ്യാൻ, അല്ലെങ്കിലോ അൺറോൾ എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കും. റോളിങ് എന്തിനാ ചെയ്യണത്? ടു പ്രിവെന്റ് വാട്ടർ ലോസ്. എന്തിനാ സാറേ റോൾ ചെയ്യണത്? വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാം. ടു പ്രിവെന്റ് ലോസ് ഓഫ് വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയാ റോൾ ചെയ്യാം. ഇതിന് സഹായിക്കുന്ന സെല്ലിന്റെ പേരെന്താ? ബുള്ളിഫോം സെൽസ്. എവിടെ മാത്രമേ ഉള്ളൂ? മോണോക്കോട്ട് ലീഫിലേ ഉള്ളൂ, ഡൈക്കോട്ട് ലീഫിൽ ഇല്ല. ഗാർഡ് സെൽസിന്റെ റോൾ എന്താ? ഹെൽപ്സ് ഇൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സൊമാറ്റ. സൊമാറ്റനെ തുറക്കാനും അടയ്ക്കാനും സഹായിക്കും. ഇതിന്റെ ഷേപ്പ് വ്യത്യാസം ഉണ്ടോ? ഉണ്ട് സാർ. എന്താ? കിഡ്നി ഷേപ്പ്ഡ് ആണ്. ഇവിടെ കിഡ്നി ഷേപ്പിലാണ് ഡൈക്കോട്ടിൽ കാണുക ഗാർഡ് സെല്ല്. എന്നാൽ ജിമ്മിലെ ഡംബൽ ഉണ്ടല്ലോ, ജിമ്മിലെ ഡംബൽ ഷേപ്പിലാണ് ഇവിടെ കാണുക മോണോക്കോട്ട് ലീഫ് കാണാം. ഡൈക്കോട്ട് ലീഫിന്റെ ഗാർഡ് സെല്ല് ബീൻസ് ഷേപ്പാ. ഏത് ഷേപ്പാ സാർ? ബീൻസ് ഷേപ്പാണ്. എന്നാലോ മോണോക്കോട്ടിന്റെ
ഗാഡ്സെല്ലോ ഡംബൽ ഷേപ്പിലാണ് സാറേ, ഡംബൽ ഷേപ്പ്. ഇത് കണ്ടോ സാറേ, റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽ. വാസ്കുലർ ബണ്ടിൽ ഇങ്ങനെ സെയിം സൈസാ, എല്ലാ വാസ്കുലർ ബണ്ടിലും സെയിം സൈസാ. അവരിങ്ങനെ റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നു. റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽ, റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽ. വാസ്കുലർ ബണ്ടിൽ റിംഗിൽ കാണുന്നു. എന്താ പ്രത്യേകത? ഓരോ വാസ്കുലർ ബണ്ടിലും സെയിം സൈസ് ഉള്ളവരാ. ഇതിന്റെ സൈസ് ഇതിന് സൈസ്, ഇതിന് ചിത്രത്തിൽ നോക്കേണ്ട, എല്ലാത്തിനും സെയിം സൈസാ. റിംഗ് ഷേപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽ പ്ലസ് എന്താ, ഈക്വൽ ആയിരിക്കും, ഈക്വൽ സൈസ്ഡ് വാസ്കുലർ ബണ്ടിൽ. വാസ്കുലർ ബണ്ടിൽ റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നു. അതിൽ ഓരോ വാസ്കുലർ ബണ്ടിലും സെയിം സൈസ് ആണ് എങ്കിൽ അത് എവിടെ കാണാമെന്നറിയാമോ? അത് നമ്മുടെ ഡൈക്കോട്ട് സെമ്മില സാറെ കാണാം. എവിടെ കാണാം? ഡൈക്കോട്ട് സെമ്മില കാണാം. ഓക്കെ. കാസ്പെരിയൻ സ്ട്രിപ്സ് എവിടെ കാണുക? റൂട്ടില്. ഏത് റൂട്ടില്? ഡൈക്കോട്ട് റൂട്ടിലാ കാണാം. വാസ്കുലർ ബണ്ടിൽസ് റിംഗ് ആയി കാണുന്നു. റിംഗ് ആയിട്ട് എവിടെ കാണാം? ഡൈക്കോട്ട് സെമ്മില കാണാം. ഈ പ്രോപ്പർട്ടീനെ സെമ്മ്, ഡൈക്കോട്ട് സെമ്മ്, ഡൈക്കോട്ട് റൂട്ട് എന്ന് പറഞ്ഞ് തരംതിരിക്കാൻ കേട്ടോ. 2 to 4 സൈലമാൻ, 2 to 4 സൈലമാൻ ഫ്ലോയം, അതെവിടെ? ഡൈക്കോട്ട് റൂട്ടിലാട്ടോ കാണാം. ഡൈക്കോട്ട് റൂട്ടിൽ 2 to 4. കൺജോയിന്റ് എപ്പോഴും എവിടെ കാണുക? സെമ്മില കാണാം. റേഡിയല് റൂട്ടിലാ കാണുക, കൺജോയിന്റ് സെമ്മില കാണാം. അടുത്ത ബുള്ളിഫോം സെൽസ് എന്താ സാർ? ലാർജ് എംഡി കളറസ് സെൽസ് ആണ്. സബ്സിഡറി സെൽ എവിടെ കാണുക? സൊമാറ്റയില കാണുക. മീസോഫിൽ സെൽ എന്താ? ക്ലോറോപ്ലാസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ക്ലോറോഫിൽ ഉള്ള സെല്ലുകളാണ് മീസോഫിൽ സെൽ. എൻഡോഡെർമസ് സെൽസിലാണ് എന്ത് കാണുക? കാസ്പീരിയൻ തിക്കനിങ് കാണാം. ഇവിടെ എന്താ സാർ? വാസ്കുലർ ബണ്ടിൽസ് ചെതറിയ കിടക്കുന്നത്. വാസ്കുലർ ബണ്ടിൽസ് ചെതറിയ കിടക്കുക, അപ്പൊ നമ്മൾ വിളിക്കും സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിൽ. മറ്റടുത്ത് എന്താ? റിംഗ. ഇവിടെ ചെതറിയ കിടക്കുക. ഇവിടെ ഈക്വൽ സൈസ് അല്ല. സെൻട്രലിലുള്ള വാസ്കുലർ ബണ്ടിൽസ് ലാർജ് ആയിരിക്കും. സെൻട്രലിലുള്ള വാസ്കുലർ ബണ്ടിൽസ് എന്താ? ലാർജ് ആയിരിക്കും. പെരിഫറി എന്ന് പറഞ്ഞാൽ സൈഡിലുള്ള വാസ്കുലർ ബണ്ടിൽസോ സ്മോൾ ആയിരിക്കും. സെൻട്രലുള്ളത് ലാർജ്, സെൻട്രലുള്ള വാസ്കുലർ ബണ്ടിൽസ് ലാർജ് ആയിരിക്കും. സൈഡിലുള്ള വാസ്കുലർ ബണ്ടിൽസോ സ്മോൾ ആയിരിക്കും മക്കളെ. അപ്പൊ നമുക്ക് വാസ്കുലർ ബണ്ടിൽസ് ചെതറിക്കിടക്കുന്നു. എല്ലാ വാസ്കുലർ ബണ്ടിലും സെയിം സൈസ് അല്ല. സെൻട്രലുള്ളവന് വലിപ്പം കൂടുതൽ, സൈഡില് പെരിഫറിലുള്ളവന് വലിപ്പം കുറവായിരിക്കും. ഇതെവിടെ കാണുക? മോണോക്കോട്ട് സെമ്മില്. ഡൈക്കോട്ട് സെമ്മില് റിംഗ് അറേഞ്ച്മെന്റ്. ഇവിടെ സ്കാറ്റേർഡ്. അവിടെ ഈക്വൽ സൈസ് ആണ് എല്ലാത്തിനും. ഇവിടെ സെൻട്രലുള്ളത് ലാർജ് ആണ്, പെരിഫറിലുള്ളത് സ്മോൾ ആണ്. ഇത് ഏതിൻ്റെ ആണെന്നറിയോ മക്കളെ? ഇത് നോക്കേ, കണ്ടോ? ഇത് സൈലം. ഇത് ഓരോന്നും സൈലമാട്ടോ. നീല കളറിലുള്ളത് സൈലം. കണ്ടോ? 8 എണ്ണം ഉണ്ട് സൈലം. സൈലത്തിന്റെ എണ്ണം 2 to 4 എണ്ണം വരുള്ളൂ. എവിടെ? ഡൈക്കോട്ട് റൂട്ടില്. ഇത് റൂട്ടാന്ന് മനസ്സിലായി. കാരണം എന്താ? റൂട്ട് ഹെയർ ഉണ്ട്. കണ്ടോ? റൂട്ട് ഹെയറാ. ഇത് റൂട്ടാന്ന് മനസ്സിലായി. അത് ഇത് ഡൈക്കോട്ടാണോ മോണോക്കോട്ടാന്ന് എങ്ങനെ മനസ്സിലാകാം? സൈലത്തിന്റെ എണ്ണം 2 മുതൽ 4 എണ്ണം മാക്സിമം വരുള്ളൂ. എന്നാൽ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെ ഒക്കെ എണ്ണം മോർ ദാൻ 6 ആണെങ്കിൽ എഴുതി വെച്ചോ. അതേതാ? മോണോക്കോട്ട് റൂട്ടാ. ഇവിടെ 8 എണ്ണം ഉണ്ടല്ലോ. 8 എന്ന് പറഞ്ഞാൽ 6 കൂടുതലല്ലേ? അപ്പൊ 8 എണ്ണം ഉള്ളുണ്ട്. സൈലമോ ഫ്ലോയമോ 6 കൂടുതൽ ഉണ്ടെങ്കിൽ അത് മോണോക്കോട്ട് റൂട്ടായിരിക്കും. 2 മുതൽ 4 എണ്ണം വരെ ഉള്ളെങ്കിൽ ഡൈക്കോട്ട് റൂട്ടായിരിക്കും. അപ്പൊ ഇത് റൂട്ടാന്ന് മനസ്സിലായി. കാരണം റൂട്ട് ഹെയർ ഉണ്ട്. ഇത് ഏതാണ്? ഇത് ഏത് റൂട്ടാ? ഡൈക്കോട്ട്. ഏത് റൂട്ടാ? മോണോക്കോട്ട് റൂട്ടാന്ന് മനസ്സിലായി. ഏത് റൂട്ടാ സാർ? മോണോക്കോട്ട് റൂട്ടാന്ന് മനസ്സിലായി. അടുത്ത് നോക്കടാ. ഇതിന് 2 ഫീച്ചർ പറയാൻ. എന്താ? വാസ്കുലർ ബണ്ടിൽ റൂട്ട് ആയതുകൊണ്ട് തന്നെ ഏതായിരിക്കും? റേഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? സൈലം ഈ റേഡിയസ് ആണെങ്കിൽ ഫ്ലോയം ഈ റേഡിയസ്. സൈലം ഫ്ലോയം ഡിഫറെന്റ് റേഡിയസ് ആ. അടുത്തെന്താ? മോർ ദാൻ 6 ഉണ്ട് അല്ലെങ്കിൽ 8 ഉണ്ടെന്ന് എഴുതി വെച്ചാൽ മതി. മോർഫോളജി നോക്ക് മക്കളെ. ഇത് ഏത് റൂട്ട് സിസ്റ്റമാ? ഇതാണ് സർ ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇതേതാ? ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാ. നോക്കി വെക്കണം. എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ടാപ്പ് ഡൈക്കോട്ടില കാണാം, ഫൈബ്രസോ മോണോക്കോട്ടില കാണാം. അടുത്തെന്താ സാർ? ഇതാണ് സൈമോസ് ഇൻഫ്ലോറസൻസ്. ഇതാണ് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. അപ്പോൾ നിങ്ങൾ സൈമോസിന് ഇതേ ഡയഗ്രം ഓർത്ത് വെക്കണം. റെസിമോസിൽ മെയിൻ ആക്സിസ് അൺലിമിറ്റഡ് ഗ്രോത്താ. ഓൾഡ് ഫ്ലവേഴ്സ് താഴെ കാണും, യങ് ഫ്ലവേഴ്സ് സൈഡിൽ കാണും. ഓൾഡ് ഫ്ലവേഴ്സ് താഴെ, യങ് ഫ്ലവേഴ്സ് ആണ് മുകളിൽ കാണാം. ഓൾഡ് താഴെ, യങ് ഫ്ലവേഴ്സ് മുകളിൽ. ഇതിന്റെ പേരെന്താ? അക്രോപെറ്റൽ ഓർഡർ. ഈ അറേഞ്ച്മെന്റിന്റെ പേരാണ് അക്രോപെറ്റൽ ഓർഡർ. ഇതിന്റെ പ്രത്യേകത എന്താ? ഓൾഡ് ഫ്ലവേഴ്സ് താഴെ, യങ് ഫ്ലവേഴ്സ് മുകളിൽ. ഇതാണ് മക്കളെ ഈസ്റ്റിവേഷന്റെ ആട്ടോ. ഇതാണ് വാൽവേറ്റ് ആണിത്. ഇതെന്താ? ഇതാണ് ട്വിസ്റ്റഡ്. ഇംബ്രിക്കേറ്റ് ചിത്രമില്ല. ഇതിന്റെ പേരാണ് എന്ത്? വെക്സിലറിയിൽ എന്താ? ഇത് സ്റ്റാൻഡേർഡ്, ഇത് കീൽപെറ്റൽ, ഇത് വിങ് പെറ്റൽ. സ്റ്റാൻഡേർഡ്, വിങ്, കീല് കേട്ടോ. സ്റ്റാൻഡേർഡ്, വിങ്, കീല്. ഇതിൽ പി ഫ്ലവറിൽ എന്താ കാണുക? വെക്സിലറി. പി ഫ്ലവറിൽ കാണുന്ന ഏതാ? വെക്സിലറിയ. ഇതാണ് മക്കളെ. ഇത് എന്താ സാർ? ഇത് പാൽമേറ്റിലി കോമ്പൗണ്ട് ലീഫ്. ഇതാണ് പാൽമേറ്റിലി കോമ്പൗണ്ട് ലീഫ്. ഇതെന്താ? സോറി
ഇതാണ് പിന്നേറ്റലി കോമ്പൗണ്ട് ലീഫ് ആൻഡ് ഇതെന്താ, ഇതിന്റെ പേരെന്താ, പാൽമേറ്റലി കോമ്പൗണ്ട് ലീഫ്. ഇതെവിടെ കാണാം? പിന്നേറ്റലി നീമില കാണാം. പാൽമേറ്റലി എവിടെ കാണുക? സിൽക്ക് കോട്ടണില കാണാം. ഈ ചിത്രം ഏറ്റവും കൂടുതൽ ഡയഗ്രാം തന്നു വരുന്നത് മോർഫോളജി എന്നാട്ടോ ചോദ്യം വരിക. ഇതറിയാലോ, റൂട്ടിന് റീജിയൻ ഓഫ് റൂട്ട് ക്യാപ്പ്, മെരിസ്റ്റമാറ്റിക് ഇലോങ്ങേഷൻ, മെച്ചുറേഷൻ. ഇതെന്താ? പ്ലാസന്റേഷന്റെ. ഇതെന്താ? ബേസൽ, സോറി ഇത് ആക്സൈ, ഇത് എന്താ പറയാ മക്കളെ, ഇതാണ് മാർജിനൽ, ഇത് ബേസൽ, ഇത് ആക്സൈൽ, ഇത് അല്ല ഇത് ഫ്രീ സെൻട്രൽ, ഇത് ആക്സൈൽ, ഇത് പരൈറ്റൽ. ഇതിൽ സൺഫ്ലവറിൽ എന്താ കാണാ? സൺഫ്ലവറിൽ കാണുന്നത് ബേസൽ ആണ്. ബേസൽ ഇതാണ് സൺഫ്ലവറിൽ കാണാം. ഇതാണ് ഫ്ലവർ. ഓവറിന്റെ പൊസിഷൻ വെച്ച് ഇത് ഓവറി സുപ്പീരിയർ ആണ്. അപ്പൊ ഇതെന്താ? ഹൈപ്പോഗൈനസ് ഓവറി. ഇവിടെ ഓവറി ഇൻഫീരിയർ, ബാക്കിയെല്ലാം മുകളില. അതെന്താ? എപ്പിഗൈനസ് ഓവറി. ഇതെന്താ? ഓവറിയും ബാക്കിയെല്ലാം സെയിം ലെവലില. അപ്പൊ ഇതെന്താ? പെരിഗൈനസ് ഫ്ലവർ. ഹൈപ്പോഗൈനസ്, എപ്പിഗൈനസ്, പെരിഗൈനസ് ഫ്ലവർ. സുപ്പീരിയർ ഓവറി, ഇൻഫീരിയർ ഓവറി, ഹാഫ് ഇൻഫീരിയർ ഓവറി. ഓക്കെ. പ്ലാൻ കിണ്ടം മക്കളെ. പ്ലാൻ കിണ്ടത്തിൽ എങ്ങനെയാ സാറേ ബ്രയോഫൈറ്റ് അറ്റാച്ച് ചെയ്യുക? ഇതാണ് നമ്മുടെ ഒരു മരക്കഷ്ടാന്നിരിക്കട്ടെ, ഇതാണ് നമ്മുടെ ബ്രയോഫൈറ്റ് എന്നിരിക്കട്ടെ. ഈ ബ്രയോഫൈറ്റുകൾ അവരുടെ റൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ മരത്തിലേക്ക് അറ്റാച്ച് ചെയ്ത്. വുഡാണ് കേട്ടോ. ഇതാരാ സാർ? ഇത് നമ്മുടെ ബ്രയോഫൈറ്റാ. ബ്രയോഫൈറ്റ് എങ്ങനെയാണ് സാറേ ഈ വുഡ് പീസിലേക്ക് അറ്റാച്ച് ചെയ്തത്? ബ്രയോഫൈറ്റ് എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ പേരാണ് സബ്സ്ട്രേറ്റം. സബ്സ്ട്രേറ്റം പറഞ്ഞാൽ ഏതിന്റെ മുകളിലാണോ നിൽക്കുക അതിന്റെ പേരാണ് സബ്സ്ട്രേറ്റം. ഇവിടെ വുഡിന്റെ മുകളിലാ, അപ്പൊ അതിന്റെ പേരെന്താ? വുഡാണ് സബ്സ്ട്രേറ്റം. ആ നിൽക്കാൻ കാരണം ഒരു ഹെൽപ്പോട് കൂടിയാണ്. അതിന്റെ പേരാ റൈസോയിഡ്സ്. ബ്രയോഫൈറ്റിന്റെ റൂട്ടിന്റെ പേരാ റൈസോയിഡ്സ്. ഈ റൈസോയിഡ്സ് ഉള്ളതുകൊണ്ടാണ് അവര് ആ വുഡിന്റെ മുകളിൽ നിൽക്കുന്ന മക്കളെ. അനൈക്സോഗമസ് സെക്സ്വറി പ്രശ്നം കാണിക്കുന്ന ഫംഗസ് ആൽഗ ഏതാ? യൂഡോറിന. ഐസോഗമസിന്റെയും ഊഗമസിന്റെയും എക്സാമ്പിൾ കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. 100 മീറ്റർ ഹൈറ്റ് വളരുന്ന ആൽഗ ഏതാണ്? കെൽപ്പ്. 100 മീറ്റർ ഹൈറ്റ് വളരുന്ന ആരാ? കെൽപ്പാണ് വളരുക. പൈറിനോഡ് എന്ന് പറഞ്ഞാൽ എന്താ? പൈറിനോഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സെൻട്രൽ കാണും. പ്രോട്ടീൻ എവിടെ കാണും? സെൻട്രൽ കാണും. സൈഡിൽ ആരാ കാണുക? സ്റ്റാർച്ച് കാണുക. പ്രോട്ടീൻ അറ്റ് സെന്റർ സറൗണ്ടഡ് ബൈ ആരാ? സ്റ്റാർച്ച്. പ്രോട്ടീൻ സെൻട്രൽ കാണും, അതിന് ചുറ്റും സ്റ്റാർച്ച് കാണും. ഇതിന്റെ ഈ സെക്ഷന്റെ പേരാ പൈറിനോയിഡ്. ഇതെവിടെ കാണുക? ക്ലോറോഫൈസിയെ. ഇതെവിടെ കാണുക? ഗ്രീൻ ആൽഗകളിലെ കാണുക. ഇത് എന്തിനാ സാറേ അവിടെ കാണുക? ആക്ട് അസ് സ്റ്റോറേജ് ബോഡീസ്. സാധനങ്ങളെ സ്റ്റോർ ചെയ്യുന്ന, ഫുഡിന്റെ സ്റ്റോർ ചെയ്യുന്ന ബോഡികളാ അവര്. പൈറിനോയിഡ്സ് എന്തിനാ ഉണ്ടാക്കണ? ക്ലോറോഫൈസിയെ. അവര് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഫുഡിന്റെ സ്റ്റോറേജ് ബോഡീസ് ആണിത്. അവർ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും, ഓയിൽ ഡ്രോപ്ലെറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ എങ്ങനെ സ്റ്റോർ വെക്കുക? പൈറിനോയിഡ്സ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്താ പൈറിനോയിഡ്? പ്രോട്ടീൻ സെന്ററിൽ കാണും, സറൗണ്ടഡ് ബൈ സ്റ്റാർച്ച്. പ്രോട്ടീൻ അറ്റ് സെന്റർ സറൗണ്ടഡ് ബൈ സ്റ്റാർച്ച്. ഇതിന്റെ പേരാ പൈറിനോയിഡ്. ഇത് എവിടെ കാണുക? ക്ലോറോഫൈസിയിൽ. ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുക? സ്റ്റോറേജ് ബോഡി. എന്തിന്റെ? ഫുഡിന്റെ സ്റ്റോറേജ് ബോഡി ആയിട്ട് ആക്ട് ചെയ്യും. അതർ ഫോംസ് ഏതൊക്കെയാ? ഓയിൽ ഡ്രോപ്ലെറ്റ്, സ്റ്റാർച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. Agar is obtained from red algae. ആ റെഡ് ആൽഗിന്റെ പേരെന്താ? ജെലിഡിയം ആൻഡ് ഗ്രേസിലേറിയ. ആൽഗിന്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിച്ചു വെക്കണം കേട്ടോ. എന്താ സാറേ അഗറിന്റെ യൂസ്? പ്രിപ്പറേഷൻ ഓഫ് ഐസ്ക്രീം പ്ലസ് ജെല്ലി. ഐസ്ക്രീമും ജെല്ലിയും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അടുത്തെന്താ? യൂസ്ഡ് ടു പ്രിപ്പയർ മീഡിയം ഉണ്ടാക്കാൻ. എന്തിന്? ടു ഗ്രോ മൈക്രോബ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ, ഫംഗസ്, അതൊക്കെയാ മൈക്രോബ്. മൈക്രോബുകൾക്ക് വളരാൻ മീഡിയം ഉണ്ടാക്കണം. ആ മീഡിയത്തിൽ ആരെ ഉപയോഗിക്കാറുണ്ട്? അഗറിനെ ഉപയോഗിക്കാറുണ്ട്. അഗർ വെച്ചാൽ മീഡിയം ഉണ്ടാക്കാം. അഗർ വെച്ചാണ് ഐസ്ക്രീമും ജെല്ലിയും ഒക്കെ ഉണ്ടാക്കാം. അടുത്ത പ്രോട്ടോണിമ എന്ന് പറയാൻ എന്താ സാറേ? ബ്രയോഫൈറ്റിന്റെ ഗെമറ്റോഫൈറ്റിന്റെ പേരാണ് പ്രോട്ടോണിമ. ടെറിഡോഫൈറ്റിന്റെ ഗെമറ്റോഫൈറ്റിന്റെ പേരാണ് പ്രോതാലസ്. തെറി വിളിച്ചാലേ തല്ല് കിട്ടും. ഓക്കെ, അടുത്ത നോക്കും മക്കളെ. വോൾവോക്സ് എന്താ? ആൽഗെ. പൈനിസ് സിഡ്രസ് ഒക്കെ എന്താ? ജിംനോസം. അടയാൻറ്റം എന്താ? ടെറിഡോഫൈറ്റ്. മാർക്കാൻഷി എന്താ? ബ്രയോഫൈറ്റ്. ഏതാ? മാർക്കാൻഷി ഇസ് മോസസ്. അടുത്ത ലിവർവോഡ്. സോറി, ഓക്കെ. ക്ലോറോഫൈസിന്റെ സെല്ലുലോസ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നത്. ഫിയോഫൈസിന്റെ സെല്ലുലോസ് മാർജിൻ വെച്ച. റോഡോഫൈസിന്റെ സെല്ലുലോസും പെറ്റിനും പോളിസൾഫേറ്റ് എസ്റ്ററും വെച്ച ഉണ്ടാക്കിയേക്കുന്നത്. ഫ്ലജല്ലോ 2 മുതൽ 8 എണ്ണം വരെ ഉണ്ട്. എല്ലാം ഈക്വൽ ആണ്. എല്ലാം സെല്ലിന്റെ ഒരു സൈഡിൽ തന്നെ വരിക. എപ്പിക്കലാണ്. എന്നാൽ ഇവർക്കോ 2 എണ്ണമേ ഉള്ളൂ. രണ്ടും അൺഈക്വൽ ആണ്. ഒന്ന് വലുതാണെങ്കിൽ ഒന്ന് ചെറുതാണ്. സെല്ലിന്റെ സൈഡിൽ നിന്നാണ് വരിക, ലാറ്ററലാണ്. ഫ്ലജല്ല ആബ്സെന്റ് ആണ് ഇവിടെ റോഡോഫൈസിയയിൽ. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്.
ആർട്ടിഫിഷ്യൽ ഉണ്ട്, അത് കൊള്ളില്ല. നാച്ചുറൽ ഉണ്ട്, അത് നല്ലതാ. ഫൈലോജെനറ്റിക്കും ഉണ്ട്. ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഫോസിലുകളിൽ നിന്നുള്ള തെളിവുകളാണ് ഉപയോഗിക്കുക. ഫോസിലുകളിൽ നിന്നുള്ള തെളിവ് വെച്ചാൽ ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്താം. എന്നാൽ ഫോസിൽ എവിഡൻസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യുന്നറിയാമോ? വേറെ ഇടത്തുനിന്ന് എവിഡൻസ് സ്വീകരിക്കാറുണ്ട്. എവിടെ നിന്നൊക്കെയാ? കീമോ ടാക്സോണമി, ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി. എന്താ സാറേ നിങ്ങളിപ്പോൾ പറഞ്ഞു വന്നത്? എനിക്ക് മനസ്സിലായില്ല സാറേ. ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷനിൽ ഫോസിലുകളിൽ നിന്നുള്ള തെളിവുകളാണ് സ്വീകരിക്കുക. ഫോസിലിൽ നിന്ന് കിട്ടുന്ന തെളിവ്, ആ ഫോസിലിൽ നിന്നുള്ള തെളിവില്ലെങ്കിൽ വേറെ മൂന്നിടത്തും നിങ്ങൾക്ക് ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷനിലെ തെളിവുകൾ സ്വീകരിക്കാം. എവിടെ നിന്നൊക്കെയാ? കീമോ ടാക്സോണമി, ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി. ഓക്കെ, അടുത്ത ഇതെന്താ? ഇത് മൂന്നും ഇത് നിങ്ങളുടെ ഹോംവർക്ക്. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഈ 3 ചിത്രമുണ്ട്. ഈ 3 ചിത്രം NCERT-യിൽ പോർഫൈറ, അതേപോലെ ഇത് റെഡ് ആൽഗയാണ്, ഇത് ബ്രൗൺ ആൽഗയാണ്, ഇത് ഗ്രീൻ ആൽഗ. ഞാൻ എന്താണെന്ന് പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ എന്താന്ന് കമൻറ്റ് ചെയ്ത് 3 ഏതാണ് നിങ്ങൾ പേര് മാത്രം കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഏത് ഗ്രൂപ്പാണെന്ന് നിങ്ങൾ ഇത് ഗ്രീൻ, ഇത് റെഡ്, ഇത് ഗ്രീൻ, ഇത് ബ്രൗൺ, സോറി ഇത് റെഡ്, ഇത് ബ്രൗൺ, ഇത് ഗ്രീൻ കേട്ടോ. ഡിഫറെൻ്റ് സ്പോർ ഉണ്ടാക്കുന്നതിൻ്റെ പേരെന്താ? എല്ലാ ടെറിഡോഫൈറ്റ്, നിങ്ങൾ ഒട്ടുമിക്ക ടെറിഡോഫൈറ്റ് എടുത്താലും അവർ സെയിം സൈസുള്ള സ്പോറ ഉണ്ടാക്കുക. എന്നാൽ സെലാജിനെല്ല സാൽവീനിയ ഈ 2 പേരെന്താ ചെയ്യുന്നറിയാമോ? സെലാജിനെല്ല സാൽവീനിയ മാത്രം ഡിഫറെൻ്റ് സൈസുള്ള സ്പോറ ഉണ്ടാക്കുക. അതിലൊരു സ്പോർ വലുത്, ഒന്ന് ചെറുത്. ചെറിയ സ്പോറിൻ്റെ പേര് മെഗാ സ്പോർ, വലിയ സ്പോറിൻ്റെ പേര് വലുതിൻ്റെ പേര് മെഗാ, ചെറുതിൻ്റെ പേര് മൈക്രോ. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത്. മെഗാ സ്പോർ എന്താകും? എംബ്രിയോ സാക്കായിട്ട് വളരും. മൈക്രോ സ്പോർ എന്തായിട്ട് മാറും? പോളൻ ഗ്രെയിൻ ആയിട്ട് വളരും. അവസാനം എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലെ ഫീമെയിൽ ഗമേറ്റും പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലെ മെയിൽ ഗമേറ്റും കൂടിച്ചേരുമ്പോഴാണ് സീഡ് ഉണ്ടാകുക. അപ്പോൾ ചോദിക്കും സാറേ എന്തിനാ ഹെട്രോസ്പോർ ഉണ്ടാകുക? ടു പ്രൊഡ്യൂസ് സീഡ്. ഹെട്രോസ്പോർസ് ഉണ്ടായാൽ മാത്രമേ സീഡ് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് എന്താ? പരിണാമപരമായ നേട്ടം എന്താ? ടു പ്രൊഡ്യൂസ് സീഡ്. ഹോമോസ്പോർ ഇതെല്ലാം സെയിം സൈസുള്ള സ്പോറാ. ഹോമോസ്പോറി എന്നാ വിളിക്കാം. സെയിം സൈസുള്ള സ്പോർ ഉണ്ടാക്കിയാൽ ഹോമോസ്പോറി എന്നാ വിളിക്കാം. അതെന്തുണ്ടാക്കൂല? ആ സ്പോറിൽ നിന്ന് എന്തുണ്ടാകില്ല? സീഡ് ഉണ്ടാകില്ല. ഡിഫറെൻറ്റ് സൈസുള്ള സ്പോർ ഉണ്ടാക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഹെറ്ററോസ്പോറി എന്നാ വിളിക്കുക. അതിൽ നിന്ന് മാത്രമേ എന്തുണ്ടാകുള്ളൂ? സീഡ് ഉണ്ടാകുള്ളൂ. അപ്പം സാർ സെലാജിനെയും സാൽവിനെയും ഡിഫറെൻറ്റ് സൈസുള്ള സ്പോർ എന്തിനുണ്ടാക്കുന്നത്? സീഡുകളെ ഉണ്ടാക്കാൻ. അടുത്ത മക്കളെ, ഇത് ലാമിനാറിയൻ്റെ ചിത്രമാണ് കേട്ടോ. ലാമിനാറിയ അതെന്താണ്? ബ്രൗൺ ആൽഗയാണ്. എന്തായിട്ട് യൂസ് ചെയ്യുക? ഫുഡായിട്ട് യൂസ് ചെയ്യും. ഇതെന്താ? ഈ ഭാഗം ഹോൾഡ് ഫാസ്റ്റ്, ഇതിൻ്റെ പേര് സ്റ്റൈപ്പ്, ഇതിൻ്റെ പേര് ഫ്രോണ്ട്. ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റൈപ്പ്, ഫ്രോണ്ട്. ഓക്കെ, ഇതാണ് മക്കളെ സ്പാഗ്നം. സ്പാഗ്നം അറിയാലോ, ഒരു ടൈപ്പ് മോസസുകളാ സ്പാഗ്നം മരിച്ചു പോയിന്നിരിക്കട്ടെ, ഡെഡായി നിരിക്കട്ടെ, മരിച്ചു കഴിയുമ്പോൾ അവരുടെ ബോഡി എല്ലാം കൂടെ ദ്രവിച്ച് ഒരു കറുത്ത കളറിലായി മാറും. ഈ കറുത്ത കളറുള്ള സാധനത്തിൻ്റെ പേരാണ് പീറ്റ്. സ്പാഗ്നം മരിച്ചു പോയാൽ, ഈ കാണുന്ന സ്പാഗ്നം മരിച്ചു പോയാൽ അവർ ഡീകമ്പോസിഷൻ നടന്ന് ഒരു കറുത്ത സ്ട്രക്ചർ ആകും. ആ കറുത്ത സ്ട്രക്ചറിൻ്റെ പേര് പീറ്റ് എന്നാ വിളിക്കാം. പീറ്റിന് എന്തായിട്ട് ഉപയോഗിക്കാം? ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം. ഫ്യൂവൽ, ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതിൻ്റെ ഈ ഭാഗത്തിൻ്റെ പേര് ആന്ത്രീഡിയൽ ബ്രാഞ്ച്. ഈ ഭാഗത്തിൻ്റെ പേര് ആർക്കിഗോണിയൽ ബ്രാഞ്ച്. ആന്ത്രീഡിയൽ ആൻഡ് ആർക്കിഗോണിയൽ ബ്രാഞ്ച്. ആന്ത്രീഡിയൽ ബ്രാഞ്ച് മെയിൽ ഗമേറ്റ് ഉണ്ടാക്കും, ആർക്കിഗോണിയൽ ബ്രാഞ്ച് ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാക്കും. ഇതാണ് നമ്മളെ ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ്സ്, ഫസ്റ്റ് കരയിൽ വന്ന പ്ലാന്റ്. ആൽഗെ വെള്ളത്തിലാണ് പൂർണ്ണമായിട്ട്. ബ്രയോഫൈറ്റോ വെള്ളത്തിൻ്റെ കരയുടെ തീരത്താ, സെൻട്രലാ. എന്നാൽ ആദ്യമായിട്ട് ഫുള്ളായിട്ട് കരയിൽ കയറി വന്നവരാരാ? ടെറിഡോഫൈറ്റുകളാ. ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ് ടെറിഡോഫൈറ്റുകളാണ് മക്കളെ. അവരുടെ ടൈപ്പുകൾ ഏതൊക്കെയാ? ടീറോപ്സിഡ, സീലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്പീനോസ്പിഡ. ഇവരുടെയൊക്കെ എക്സാമ്പിളും പഠിച്ചു വെക്കണം. ഈ എക്സാമ്പിളും പഠിച്ചു വെക്കണം. അടുത്ത ബയോളജി ക്ലാസിഫിക്കേഷനിൽ നോക്ക്. അസ്കോകാർപ്പ് അസ്കോസ്പോർ ഉണ്ടാക്കും. ബെസിഡിയോകാർപ്പോ ബെസിഡിയോസ്പോർ ഉണ്ടാക്കും. ട്രൈക്കോഡർമ ഡ്യൂട്രോമൈസസിന് എക്സാമ്പിളാ. റൈസോപ്പസോ ഫൈക്കോമൈസസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇത് ഞാൻ ആദ്യം എഴുതി വെച്ചല്ല കേട്ടോ. ഞാൻ ആദ്യം ഒരു വട്ടം റെക്കോർഡ് ചെയ്തു. ആ റെക്കോർഡ് ചെയ്തപ്പോൾ മൈക്ക് ഓഫ് ആയി പോയിട്ടോ. അതുകൊണ്ട് വീണ്ടും റെക്കോർഡ് ചെയ്യുന്ന കേട്ടോ. ആദ്യം എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വട്ടം ചെയ്തിരുന്നു, പിന്നെ വീണ്ടും റെക്കോർഡ് ചെയ്തപ്പോൾ ആദ്യം എഴുതി വെച്ച കാണാം കേട്ടോ നിങ്ങൾ. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ആരാ ഉണ്ടാക്കുക? നോർമൽ പൊട്ടറ്റോ വട്ടത്തിലല്ലേ. എന്നാൽ ഈ പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് പറഞ്ഞ അസുഖം വന്നാലോ ആ പൊട്ടറ്റോയുടെ നീളം കൂടിപ്പോകും. ഇതാണെന്ത്? പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഈ ഡിസീസ് ഉണ്ടാക്കുന്ന ആളാരാ? വൈറോയിഡുകളാണ്. വൈറോയിഡുകൾ.
അമീബോയ്ഡ് പ്രോട്ടോസോമിലെ അമീബകൾ മൂവ് ചെയ്യുന്നതും ഇരേനെ പിടിക്കാനും ഉപയോഗിക്കുന്ന അവയവമുണ്ട്. അവയവത്തിന്റെ പേരെന്താ? സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ഫോൾസ് ഫീറ്റ് എന്നാ വിളിക്കുക. സ്ലൈം മൗൾഡുകൾ സാപ്രോഫൈറ്റാ, പക്ഷെ അമീബകളോ പാരസൈറ്റുകളാ. സാൽമോണല്ല എക്ടോട്രോഫിക് ബാക്ടീരിയകളാ, എന്നാൽ നോസോക്കോ ഓട്ടോട്രോഫിക് ബാക്ടീരിയകളാ. ഇതെന്താ സാറേ? യുഗ്ലീനിയ. NCERT ഡയഗ്രാം ഓർത്ത് വെക്കണം. നോസോക്കിന്റെ ചിത്രമുണ്ട്, പാമ്പ് പോലെ ഓർത്ത് വെക്കണം. അവരുടെ സ്പെഷ്യൽ സെല്ലിന്റെ പേരെന്താ? സ്പെഷ്യൽ സെല്ലിന്റെ പേര് ഹെട്രോസിസ് ഫിക്സ് നൈട്രജൻ. അവരുടെ കവറിംഗ് ഉണ്ട്, ആ കവറിങ്ങിന്റെ പേരെന്താ? ജെലാറ്റിനസ് ഷീറ്റ് അല്ലെങ്കിൽ മ്യൂസിലേജിനസ് കവറിംഗ് എന്ന് വിളിക്കും. ഇത് എവിടെ കാണാം? യുഗ്ലിനോയിഡ്സിന്. ഇവർക്ക് സെൽ വോൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവർക്ക് ഒരു പ്രോട്ടീൻ കവറിംഗ് ഉണ്ട്, അതിന്റെ പേരെന്താ? പ്രോട്ടീൻ കവറിങ്ങിന്റെ പേരാണ് സാറേ പെല്ലിക്കൾ എന്ന് വിളിക്കുക. യുഗ്ലിനുകൾക്ക് സെൽ വോൾ ഇല്ല, പകരം ഒരു പ്രോട്ടീൻ കവറിംഗ് ഉണ്ട്, അതിന്റെ പേരെന്താ? പെല്ലിക്കൾ എന്നാ വിളിക്കുക. ജേക്കബ് ഡിസീസ് അല്ലെങ്കിൽ മാഡ് കൗ ഡിസീസ് അല്ലെങ്കിൽ ബോവിൻ സ്പോഞ്ചിഫോം എൻസിഫാലോപ്പതി, ഇതൊക്കെ ഉണ്ടാക്കുന്ന ആരാ? പ്രിയോണുകളാ. പ്രിയോണുകൾ എന്താന്ന് ചോദിച്ചാൽ എഴുതി വെച്ചോ. അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ. ഇവർ ന്യൂറോണുകളെയാ, നെർവസ് സിസ്റ്റത്തെയാണ് ഇവർ ബാധിക്കുക. അഫക്റ്റ് നെർവസ് സിസ്റ്റം. ഇവർ കൂടുതലായിട്ട് ആരെ അഫക്റ്റ് ചെയ്യുക? അഫക്റ്റ് നെർവസ് സിസ്റ്റത്തെയാണ് അഫക്റ്റ് ചെയ്യുക. അബ്നോർമലി ഒരു വൃത്തികെട്ട രീതിയിൽ ചുരുട്ടിയ പ്രോട്ടീനുകൾ, അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ. ഇത് ഡയനോഫ്ലജേലേറ്റ് ആണ്, ഇത് സ്ലൈം മൗൾഡ് ആണ്. സ്ലീപ്പ് സിക്നസ് ഉണ്ടാക്കുന്ന ജീവി ആരാ? ട്രിപ്പനോസോമ. മലേറിയ ഉണ്ടാക്കുന്ന ആരാ? പ്ലാസ്മോഡിയം ആണ് കേട്ടോ. ഇതാരാ മക്കളെ? ടൊബാക്കോ മൊസൈക്ക് വൈറസിന്റെ ചിത്രമാണ്. ഇതാണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ടൊബാക്കോ മൊസൈക്ക് വൈറസിന് ഒരു ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. ഈ കണ്ട്, ഇതാണ് ന്യൂക്ലിക് ആസിഡ്. ആ ന്യൂക്ലിക് ആസിഡ് ആരാ? DNA-കളല്ല, പകരം ആരാ? RNA-കളാണ്. ഈ ന്യൂക്ലിക് ആസിഡിനെ കവർ ചെയ്ത് എന്തുണ്ട്? പ്രോട്ടീനുകൾ ഉണ്ട് മക്കളെ. ഇതാണ് പ്രോട്ടീനുകൾ. ഈ കവർ ചെയ്തിട്ടുള്ള പ്രോട്ടീന്റെ പേരാണ് ക്യാപ്സിഡ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ക്യാപ്സിഡ്. ഈ ഓരോ ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ചെറിയ പ്രോട്ടീനുകൾ വെച്ചാ ആ ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ചെറിയ പ്രോട്ടീന്റെ പേരെന്താ? ക്യാപ്സോമേഴ്സ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ക്യാപ്സോമേഴ്സ് എന്നാ വിളിക്കുക. ഇതാണ് RNA. ഇത് അവരെ കവർ ചെയ്യുന്ന പ്രോട്ടീൻ കവറിങ്. ഈ പ്രോട്ടീൻ കവറിന്റെ പേരെന്താ? ക്യാപ്സിഡ്. ഈ ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് മക്കളെ ന്യൂക്ലിക് ആസിഡ്. ഇത് അവരെ കവർ ചെയ്തുള്ള പ്രോട്ടീന് ക്യാപ്സിഡ്. ഈ ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ ചെറിയ ചെറിയ പ്രോട്ടീനുകൾ വെച്ചാ. ഈ ഓരോ ചെറിയ ചെറിയ പ്രോട്ടീന്റെ പേരെന്താണെന്നറിയാമോ? ഈ കാണുന്ന ഓരോ ചെറിയ ചെറിയ പ്രോട്ടീന്റെ പേരാണ് ക്യാപ്സോമേഴ്സ്. പ്രോട്ടീൻ കവറിങ്ങിന്റെ പേര് ക്യാപ്സിഡ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ചെറിയ പ്രോട്ടീന്റെ പേരെന്താ? ക്യാപ്സോമേഴ്സ് എന്നാ വിളിക്കുക. ഇതാണ് മക്കളെ ബാക്ടീരിയോഫേജ്. എന്താ ബാക്ടീരിയോഫേജ്? വൈറസ് വിച്ച് അറ്റാക്ക് ബാക്ടീരിയ. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകളല്ല, വൈറസുകളാണ്. അവരാരെ അറ്റാക്ക് ചെയ്യുന്നു? ബാക്ടീരിയകളെ. ബാക്ടീരിയകളെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളാണ് ആര്? ബാക്ടീരിയോഫേജ്. അതിന്റെ ഭാഗങ്ങളൊന്ന് ഓർത്ത് വെക്കണേ. അതിന്റെ ഭാഗങ്ങളൊന്ന് ഓർത്ത് വെച്ചേ. ഏതാ സാർ? ഇതാണ് ഹെഡ്. ഈ ചെറിയ ഭാഗമാണ് കോളർ. ഈ ഭാഗം എന്താ? ഷീത്ത്. ഇതെന്താ? ടെയിൽ ഫൈബർ. ടെയില്. അപ്പൊ എന്തൊക്കെ ഭാഗം? ഹെഡ്, കോളർ, ഷീത്ത്, ടെയിൽ. ഹെഡ്, കോളർ, ഷീത്ത്, ടെയിൽ. ഇതാണ് ബാക്ടീരിയോഫേജിന്റെ ഭാഗങ്ങൾ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ കുറെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അവർ ഏത് ഗ്രൂപ്പാന്ന് പറയാൻ. ഫൈക്കോമൈസിസ് വരുന്നത് റാം ആരാ? റൈസോപ്പസ് അൽബ്യൂഗോ മ്യൂക്കർ. റൈസോപ്പസ് അൽബ്യൂഗോ മ്യൂക്കർ. ഡ്യൂട്രോമൈസിസിൽ കാറ്റ വരിക. ഏതൊക്കെ? കളക്ടോട്രിക്കം അൾട്ടർനേറിയ ട്രൈക്കോഡർമ. കളക്ടോട്രിക്കം അൾട്ടർനേറിയ ട്രൈക്കോഡർമ. ബെസ്യൂഡോമൈസിസിൽ ഉപ്പയാ വരിക. എന്താ ഉപ്പ? അക്സിലാഗോ പക്സീനിയ അഗാരിക്കസ്. അക്സിലാഗോ പക്സീനിയ അഗാരിക്കസ് അതാ വരിക. എന്നാൽ അസ്കോമൈസിസിന് കോഡൊന്നും ഇല്ല, കാണാതെ പഠിക്കണം കേട്ടോ. ഈസ്റ്റ് അതിൽ വരും. പെനിസീലിയം. മോറൽ ട്രഫിൾ. മോറലും ട്രഫിളുമാണ് കഴിക്കാൻ പറ്റുന്ന ഫംഗസ്. എഡിബിൾ ഫംഗസ്. എഡിബിൾ കഴിക്കാൻ പറ്റുന്ന ഫംഗസ് ആരൊക്കെ? മോറലും ട്രഫിളും. അത് ഏത് ഗ്രൂപ്പാ? അസ്കോമൈസിസ്. ന്യൂറോസ്പോറ. ജീനുകൾ പഠിക്കാൻ ജനറ്റിക് വർക്കിന് ഉപയോഗിക്കുന്നവരാണ് ന്യൂറോസ്പോറ. ക്രാബിസെപ്സ് അസ്പെർജിലസ്. ക്രാബിസെപ്സ് അസ്പെർജിലസ്. ഇതൊക്കെ ഇവിടെ വരിക. എല്ലാത്തിലും ഒരു എ ഉണ്ട്, അതുകൊണ്ട് കൺഫ്യൂഷൻ ആകില്ല കേട്ടോ. ഫൈക്കോമൈസിസിലെ എന്താ? റൈസോപ്പസ് അൽബ്യൂഗോ. അൽബ്യൂഗയാണ് ഇവരുടെ എന്താ? അൽബ്യൂഗോ. അസ്കോമൈസിസിലെ എന്താ? അസ്പെർജിലസ. അസ്കോമൈസിസിലെ എന്താ? അസ്പെർജിലസ. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആണ്, എല്ലാത്തിലും ഒരു എ ഉണ്ട്. ഉപ്പയിൽ എന്താ? കൾച്ചോട്രിക്കം അൾട്ടർനേറിയ. ഇതെന്താ? അൾട്ടർനേറിയാണ്. ഇത് അൾട്ടർനേറിയ. ഇതെന്താ? അസ്ലാഗോ പക്സീനിയ ആൻഡ് അഗാരിക്കസ്. ഇവന്റെ ഏതാ? അഗാരിക്കസ്. അവർ എല്ലാത്തിലും ഒരു എ ഉണ്ട്, കൺഫ്യൂഷൻ ആകില്ലേ. ഇവിടുത്തെ എ അൽബ്യൂഗോ, ഇവിടെ അസ്പെർജിലസ്, ഇവിടെ അൾട്ടർനേറിയ, ഇവിടെ അഗാരിക്കസ്. നോക്കി വെക്കണം കേട്ടോ മക്കളെ. നമ്മൾ 120 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് 120 ക്വസ്റ്റ്യൻ. ഈ 120 ക്വസ്റ്റ്യനിൽ വരുന്നതൊക്കെ ഉള്ളു മക്കളെ +1 ബോട്ടണി എന്ന് പറഞ്ഞാൽ. ഈ ക്വസ്റ്റ്യൻ കവർ ചെയ്താൽ തന്നെ ഒട്ടുമിക്ക ഇമ്പോർട്ടൻ്റ്, അൺഇമ്പോർട്ടൻ്റ്, കൺസെപ്റ്റ്, ടഫ്, സിമ്പിൾ എല്ലാം കവർ ആകുന്നുണ്ട് മക്കളെ. 120 ക്വസ്റ്റ്യൻ അപ്പുറത്തൊരു ക്വസ്റ്റ്യൻ വരാൻ പോകുന്നില്ല +1 ബോട്ടണിയിൽ.
പണ്ട് ഞാൻ പറയാറുണ്ട് പഠിച്ചേക്കണേടാ എന്നാണ് ഞാൻ എപ്പോഴും പണ്ട് പറയാറുള്ളത്. ഇനി പഠിച്ചേക്കണേടാ എന്ന് പറയാൻ സമയമില്ല, ഇനി പഠിച്ചിരിക്കണം. ഇപ്പം ഞാൻ ചെയ്യിപ്പിച്ച സകല ക്വസ്റ്റ്യനും എൻ്റെ മക്കൾ പഠിച്ചിട്ട് വേണം ഈ വീഡിയോ കണ്ടു തീർക്കാൻ മക്കളെ. ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഓഫ് ലക്ക്. അടിച്ചു പൊളിക്കുക, ഉഷാറായി വരിക. പഠിച്ചേക്കണേടാ പറയാണ്, പഠിച്ചിരിക്കണേടാ. ഓക്കെ, പഞ്ചാര മുഞ്ചാറുകളെ, മുഞ്ചന്മാരെ, മൊഞ്ചത്തുകളെ, ഇനി നമ്മൾ +2 ഇതേപോലെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുള്ളൂ. നിങ്ങളുമായിട്ടുള്ള ഒരുപാട് മെമ്മറി, നിങ്ങളുടെ ഡൗട്ടും നിങ്ങളുടെ ക്ലാസ്സും ഒക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് മക്കളെ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. എന്താണ് മനസ്സിലായോ സാറെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഓക്കെ.